നമുക്കൊരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു. കർത്താവെ, ആ പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടപ്പോ കർത്താവെ, ആ സഹോദരിമാര് കർത്താവെ, ആ മരിയന്മാരെല്ലാം കൂടെ കർത്താവിന്റെ കാൽക്ക് വീണ് വന്നിച്ചതായിട്ട് ഞങ്ങള് കർത്താവ് മത്തായി 28 വായിക്കുന്നത് പോലെ കർത്താവെ, അവിടുത്തെ തൃപ്പാദത്തെങ്കിൽ ഞങ്ങൾ വണങ്ങുന്നു. അവിടുന്ന് പുനരുദ്ധാനം ചെയ്ത കർത്താവ് മാത്രമല്ല, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന കർത്താവെ, ആ വലിയ ദൈവമായതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിറവിലെ ഞങ്ങളുടെ മധ്യത്തിലെ സന്നിധനാകാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. എങ്കിലും കർത്താവെ, അവിടുത്തെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവെ, അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട് വാത്സല്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യബോധത്താലെ നിറച്ചാട്ടെ കർത്താവെ. അവിടുത്തെ ശബ്ദം തന്നെ ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ മൊഴികള് അവിടുത്തെ പക്കല് മാത്രമേ ഉള്ളൂ കർത്താവെ. ആ ജീവന്റെ മൊഴികളെ കേൾപ്പിക്കണമേ. ആത്മാവും ജീവനുമാകുന്ന വചനങ്ങളെ, ഞങ്ങളെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങയോടുള്ള ആ സ്നേഹത്താല് എരിയത്തക്കവണ്ണം കർത്താവെ, ഞങ്ങളെ ഹൃദയങ്ങളെ കത്തിക്കുന്ന കർത്താവെ, ആത്മാവിന്റെ മൊഴികളെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങളെ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് പല മാസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം, പുനരുദ്ധാനം ചെയ്ത ആ നാളിൽ തന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ള കാര്യം നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ പുനരുദ്ധാനം ചെയ്ത ആ ഞായറാഴ്ച ദിവസം രാവിലെ, ആഴ്ചവട്ടത്തിന് 1-ാം നാൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക്, യോഹന്നാൻ 20-ന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ എന്ന് പറയുമ്പോൾ ആഴ്ച തുടങ്ങുന്ന ഞായറാഴ്ചയില്ല. അപ്പൊ ആ ഞായറാഴ്ച ദിവസം ആ 1-ാം നാള് തന്നെ കർത്താവ് ഒരു ഞായറാഴ്ച പ്രഭാതത്തില് കർത്താവ് അന്ന് AD 30 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് AD 2025 അപ്പൊ AD 30 എന്ന് പറഞ്ഞാല് എത്ര വർഷങ്ങൾ മുമ്പാ? അത്രയും വർഷങ്ങൾ മുമ്പ്. അപ്പൊ ആ AD 30 മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അവരുടെ അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം. ആ നിസാൻ മാസം അവരുടെ ആദ്യത്തെ മാസം, അവരുടെ യഹൂദ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. നമ്മുടെ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാ? ജനുവരി. നമ്മുടെ കലണ്ടറിന്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയും. ചിലപ്പോൾ നിങ്ങളുടെ GK നിങ്ങൾ ചോദിക്കുമായിരിക്കും, നമ്മുടെ കലണ്ടറിന്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ. നമ്മുടെ മറ്റേ യഹൂദന്മാരുടെ കലണ്ടറിൽ, ജൂയിഷ് കലണ്ടറിൽ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് നമ്മുടെ മാർച്ച് ഏപ്രിൽ സമയം അവരുടെ ആദ്യത്തെ മാസം. അതിന് അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം എന്നൊക്കെ പറയുന്നത്. നമ്മൾ പുറപ്പാട് 12-ാം അധ്യായത്തില്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പുറപ്പാട് 12-ാം അധ്യായത്തില് കർത്താവ് ആ ഒരു ഇസ്രായേൽ മക്കള് ഇസ്രായേലിലായിരുന്ന സമയത്ത് ഒരു ദിവസം ദൈവത്തിനെ സംബന്ധിച്ചോളം ഒരു കലണ്ടർ തുടങ്ങിയതിന് അതിന്റെ പ്രയാസമുണ്ട്. ദൈവം പറയും, ഇന്നാണ് നിങ്ങളുടെ ആണ്ടിന്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞ് കർത്താവിടെ പുറപ്പാട് 12-ല് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇന്നാണെന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് അതിനുശേഷമുള്ള 10-ാം ദിവസം ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് 3 ദിവസം അതിനെ നോക്കണം. അതിനെന്തെങ്കിലും ഊനം ഉണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് പെട്ടെന്ന് ചത്തുപോകുന്നതാണോ എന്നൊക്കെ നോക്കി ഊനമില്ലാത്തൊരു ആണായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയെ 3 ദിവസം നോക്കിയതിന് ശേഷം 4-ാം ദിവസം, അതായത് ആ മാസം 14-ാം ദിവസം രാത്രിയില് വേണം ഈ കുഞ്ഞാടിനെ അറുക്കാനായിട്ട്. ആ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും ഒക്കെ പുരട്ടണം എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം സംഹാരദൂതൻ വരുന്നു, ഏഞ്ചൽ ഓഫ് ഡിസ്ട്രക്ഷൻ വരുന്നു. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയ ആ ഭവനങ്ങളെ ഒന്നും സംഹാരദൂതൻ അടുക്കത്തില്ല. എന്ന ബാക്കിയുള്ള ഈ രക്തം പുരട്ടാത്ത മിസ്രൈമിലെ, അതായത് ഈജിപ്തിലെ ബാക്കിയുള്ള ഭവനങ്ങളിലെ കടിഞ്ഞൂൽ ആദ്യത്തെ സന്തതി, ഒരു വീട്ടിലെ ഫസ്റ്റ് ബോൺ ആദ്യത്തെ സന്തതി മരിച്ചു പോകും എന്നുള്ള ഒരു മിസ്രൈമിന് മേലുള്ള ഒരു ശിക്ഷാവിധി ദൈവം ആ ഒരു 10-ാമത്തെ ബാധ അയക്കുന്നതും. എന്നാൽ സംഹാരദൂതൻ ഈ രക്തം കാണുമ്പോൾ പാസ് ഓവർ ചെയ്യും എന്ന് പറഞ്ഞാല് പെസാഖ് എന്നാണ് അവിടെ എബ്രായ ഭാഷയിലാണല്ലോ പഴയ നിയമം എഴുതിയിരിക്കുന്നത്. അപ്പൊ പെസാഖ് ചെയ്യും എന്നാ പറയുന്നത്. പെസാഖ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പാസ് ഓവർ, അല്ലെങ്കിൽ പാസ് ഓവർ എന്ന് പറയാൻ എന്താ, ഒന്ന് ചാടി കടക്കുന്നതിന് പറയുന്നതാ പാസ് ഓവർ. അപ്പൊ അങ്ങനെ ആ
പാസ് ഓവർ ചെയ്യും, പെസാക്ക് ചെയ്യും. ആ പെസാക്കാണ് നമ്മൾ മലയാളത്തില് പെസഹ എന്ന് നമ്മൾ പറയുന്നത്, ഇംഗ്ലീഷില് പാസ് ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ പാസ് ഓവർ ലാമ്പായിട്ട്, ആ പെസഹ കുഞ്ഞാടായിട്ടാണ് യുഗങ്ങളുടെ യുഗപുരുഷനായിട്ടുള്ള യേശു കർത്താവ് മോശയ്ക്ക് മോശയോട് ആ ഒരു പെസഹ കുഞ്ഞാടിനെ അറുക്കണം എന്നുള്ള ഒരു ആ കൽപ്പന കൊടുത്തിട്ട് വീണ്ടും ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം കർത്താവ് ഒരു പെസഹ കുഞ്ഞാടായിട്ട് നമ്മളുടെ പാപപരിഹാരത്തിന് യാഗമായിട്ട് കർത്താവ് ഒരു പെസഹ ദിവസം യാഗമായി തീർന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്, ബൈബിളിലും നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ കർത്താവ് യാഗമായി തീർന്ന് കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പം നമ്മളുടെ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസം. അപ്പൊ ഇപ്പൊ നമ്മള് ഈസ്റ്ററിന് ഇപ്പൊ ഇനിയിപ്പം ഹോളി വീക്ക്, ഹോളി മന്ത് എന്നൊക്കെ പറഞ്ഞ വ്രതങ്ങളും ഒക്കെ സാമുദായിക സഭകളിലുണ്ട്. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിലുള്ള അപ്പൊ നിസാൻ മാസം 17-ാം തീയതി വേണം യഥാർത്ഥത്തില് കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ദിവസം. എന്നാൽ നിസാൻ മാസം 17-ാം തീയതി മിക്ക ആണ്ടുകളിലും എന്തായിരിക്കത്തില്ല, ഞായറാഴ്ച ആയിരിക്കത്തില്ല. അപ്പം പിന്നെ ഇങ്ങനെ മെയിൻ സ്ട്രീം ചർച്ചസ്, കത്തോലിക്ക സഭയും ഉൾപ്പെടെയുള്ള മെയിൻ സ്ട്രീം ചർച്ചസ് എല്ലാം എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഞായറാഴ്ച ഇത് ആക്കാൻ വേണ്ടി, ഞായറാഴ്ചയാണല്ലോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, അപ്പൊ ഞായറാഴ്ച തന്നെ ഈസ്റ്റർ എന്നുള്ള ഒരു ആഘോഷമൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഫസ്റ്റ് സൺഡേ ആഫ്റ്റർ ദ ഫുൾ മൂൺ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഓർ ആഫ്റ്റർ ദ സ്പ്രിംഗ് ഇക്വിനോക്സ്, അതായത് സ്പ്രിംഗ് ഇക്വിനോക്സ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു ഒരു സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയില് സൂര്യന്റെ ഭ്രമണപഥത്തിലൊക്കെ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങളെ കുറിച്ച് അതിന്റെ ഒരു കാലാവസ്ഥയിലുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച അവര് ഈസ്റ്റർ ആയിട്ട്, അങ്ങനെ ഈസ്റ്റർ എന്നുള്ളൊരു വാക്കൊക്കെ അങ്ങനെ അത് ജാതീയമായിട്ടുള്ള ഒരു വാക്കാണെന്നൊക്കെ നമ്മള് 1 രാജാക്കന്മാർ 11:5 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കാതെ എന്ന് പറഞ്ഞാല് അത് യഥാർത്ഥത്തിൽ ആ പർട്ടിക്കുലർ ഡേ അല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, മറിച്ച് അതിനോട് അടുപ്പിച്ച ഒരു ദിവസമാണ്. അപ്പൊ നിസാൻ മാസം 17-ാം തീയതി ഈ 2025 നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ദിവസം വരും, പക്ഷെ അത് ഞായറാഴ്ച ദിവസമൊന്നും ആയിരിക്കത്തില്ല. അപ്പം ആ ഒരു ഈസ്റ്റർ ആയിട്ട് നമ്മളിപ്പോ ഈസ്റ്റർ ഒന്നും നമുക്കിപ്പോ ദുഃഖവെള്ളിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ ദുഃഖവെള്ളിയുടെ മീറ്റിംഗ് ആയിട്ടല്ല, മറിച്ച് അതൊരു നമുക്ക് എല്ലാവർക്കും അവധി ദിവസം ആയതുകൊണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു മീറ്റിംഗ് ആയിട്ട് നമ്മൾ അവിടെ സംഘടിപ്പിക്കും. നമ്മള് ഈസ്റ്ററും ക്രിസ്മസും അങ്ങനെയൊക്കെ ഉള്ളത് വിജാതീയമായ ഒറിജിനുള്ള വിജാതീയമായ ഉത്ഭവമുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ സഭയായിട്ട് അത് നമ്മൾ വചനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വിജാതീയമായ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകാതെ എന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഇതുപോലൊരു മാർച്ച് ഏപ്രിലിൽ വരുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. അത് ഓരോ വർഷവും അത് മാറി മാറി വരുന്ന ദിവസമാണ്. അത് ഞായറാഴ്ച തന്നെ ആയിരിക്കത്തില്ല എന്ന് സാമുദായിക സഭകൾ അവരൊരു കലണ്ടറിൽ തന്നെ ഓരോ വർഷത്തെ കലണ്ടറിൽ ഒരു സ്പ്രിംഗ് ഇക്വിനോക്സ് കഴിഞ്ഞിട്ടുള്ള ഫുൾ മൂൺ, അതായത് പൂർണ്ണചന്ദ്രൻ ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച അവരങ്ങ് ഈസ്റ്റർ ആയിട്ട് അങ്ങ് കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നു, എന്നാൽ ഇത് എക്സാക്ട് ഡേറ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു ബാലൻസിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ എന്തിനായി പറയുന്നത് ചോദിച്ചാൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ ദിവസം കർത്താവിന് ബിസി അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാല് കർത്താവ് ആദ്യം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടായിരുന്നു. ആദ്യം മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടെ, വളരെ കുറവുണ്ടായിരുന്ന ഒരു സഹോദരിയായിരുന്നു. എന്നാൽ അവള് കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ച് കർത്താവിനെ കണ്ടാലേ വെച്ചാൽ ബാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ തിരിഞ്ഞു പോയി വിശ്രമിക്കാൻ ഒരു ഇടമുണ്ട്. എന്നാൽ മഗ്ദലക്കാരത്തി മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വേറെ ആരും ഇല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോ അവൾക്ക് കർത്താവിനെ കണ്ടാലേ മതിയാവത്തുള്ളൂ. അപ്പൊ അതുപോലൊരു ആവശ്യബോധത്തിലുള്ള, അതുപോലെ കർത്താവിനെ അതുപോലെ ആ ഒരു നന്ദിയോടെ ഭക്തിയോടെ ആരാധിച്ചിരുന്ന ആ ഒരു ദൈവവനിത ആയതുകൊണ്ട് കർത്താവിനെ ആദ്യം പുനരുദ്ധാനം ചെയ്ത് ആദ്യം പ്രത്യക്ഷപ്പെടാനായിട്ട് കർത്താവ് ഈ സ്ത്രീരത്നത്തെ, ഈ മഗ്ദലക്കാരത്തി മറിയത്തെ തെരഞ്ഞെടുത്തതായിട്ട് നമ്മൾ യോഹന്നാൻ 20 കാണുന്നു. മർക്കോസ് 16-ാം അധ്യായത്തിലും ആ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് ആർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള മറിയത്തിന്റെ കൂടെ വന്ന ചില സഹോദരിമാരുണ്ടായിരുന്നു, അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം എമ്മാവസിലുള്ള 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ക്ലോപ്പാവിനും ഒരുപക്ഷെ ക്ലോപ്പാവിന്റെ ഭാര്യയായിട്ടുള്ള ആ സഹോദരിക്കും പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ ലൂക്കോസ് 23-ലും
പിന്നെന്താ ലൂക്കോസ് 24 മർക്കോസ് 16 ഒക്കെ അതിന്റെ വാക്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ അങ്ങേയാഴ്ചയൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തു. പിന്നെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ ലൂക്കോസ് 24 1 കൊരിന്ത്യർ 15:5 റെഫറൻസും ഒക്കെ നമ്മൾ കണ്ടു. പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന ആ രംഗമാണ് നമ്മളിവിടെ ഇവിടെ യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മള് ആ കാര്യമൊക്കെ പറഞ്ഞ് നമ്മള് കൃപാസനത്തിലെങ്കിലേക്കും എന്താണ് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തെ കുറിച്ചുള്ള മഹാപാപ പരിഹാര ദിനത്തിനെ കുറിച്ചുള്ള പ്രത്യേകതയെ കുറിച്ചും ഒക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് ആഴത്തിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി. പിന്നെ ദൈവം നമുക്ക് തരുന്ന സമാധാനത്തെ കുറിച്ചും യേശു കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പം കർത്താവ് അവരോട് എന്താ പറയുന്നേ? നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് കോടി കോടി പൈസ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് വലിയ വലിയ ഭവനങ്ങളും മാളികകളും, നിങ്ങൾക്ക് ഇത്ര വാഹനങ്ങൾ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ, അങ്ങനെയാണോ പറയുന്നേ? ഇല്ല. എന്താ പറയുന്നത് വെച്ചാൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് അത് ഒരു തവണ പറഞ്ഞ് നിർത്തിയോ? ഇല്ല. നമ്മള് 19-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 20-ന്റെ 19-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നെയും കർത്താവ് ജീസസ് സെറ്റ് ടു ദം അഗെയിൻ, കർത്താവ് വീണ്ടും പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. പിന്നീട് കർത്താവ് 8 ദിവസത്തിന് ശേഷം തോമസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒന്നുകൂടെ പ്രത്യക്ഷപ്പെടുമ്പോഴും എന്താ 26-ാമത്തെ വാക്യത്തിലും വീണ്ടും നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. 26-ാമത്തെ വാക്യം കണ്ടോ? അവിടെയും നടുവിൽ നിന്നുകൊണ്ട് യേശു വന്നു, നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഒരു സമാധാനം, നമുക്ക് ദൈവത്തോടുള്ള സമാധാനം, പീസ് വിത്ത് ഗോഡ്, നമ്മള് രക്ഷിക്കപ്പെടുമ്പോ നമ്മളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, നമ്മളുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ റോമർ 5:1 കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. പിന്നെ പീസ് ഓഫ് ഗോഡ്, നമ്മള് ആ സമാധാനം ദൈവത്തോട് നമ്മൾ സമാധാനമുള്ളവരായി തീർന്നു. അതായത് നമ്മുടെ പാപങ്ങളെല്ലാം, നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കർത്താവിനോട് അങ്ങ് ഏറ്റു പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് സമാധാനമാവും. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിട്ടായിരിക്കും. നമ്മള് ദൈവത്തോട് നമുക്ക് സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആരായിരിക്കും? ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് സമാധാനം ഇല്ല. യുദ്ധവും സമാധാനം എന്ന് പറയത്തില്ലേ? യുദ്ധവും സമാധാനം എന്ന് ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ഒരു വലിയൊരു നോവലിന്റെ പേരാ. അപ്പൊ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ യുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുടെ നാം ദൈവത്തിന്റെ നാം ശത്രുക്കളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നൊക്കെ റോമർ 5-ാം അധ്യായത്തിൽ നമ്മൾ 5:10 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ശത്രുക്കളായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദൈവമായിട്ട് നമ്മളെ ശത്രുവായിട്ട് കരുതുമല്ലേ, എന്നാൽ നാം നമ്മളുടെ പ്രവൃത്തികൾ നിമിത്തം, നമ്മളുടെ പാപം നിമിത്തം നീതിമാനായ ദൈവത്തിന്റെ ശത്രുവായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക്, ദൈവത്തിന്റെ യഥാർത്ഥത്തിൽ ഉള്ള ശത്രു ആരാ? സാത്താന്റെ കൂടെ കൂട്ടുകൂടുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഈ ശത്രുവിന്റെ കൂടെ ദോസ്തായിട്ട് നമ്മളും ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ റോമർ 5:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തോട് സമാധാനം ഉണ്ടോ? ആർക്കെങ്കിലും ഒരു കുറ്റബോധമുള്ള ഒരു മനസാക്ഷിയായിട്ട് നമ്മൾ ഇരിക്കുവാണോ? എന്റെ പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചോ, ഞാൻ എന്റെ വാക്കുകൾ ഇന്നത് തെറ്റിപ്പോയി, എന്റെ പ്രവൃത്തികൾ ഇന്ന വീഴ്ചകൾ വന്നുപോയി, അതുകൊണ്ട് കർത്താവിനോട് ക്ഷമിച്ചോ, അല്ലെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലായി തീർന്നോ എന്നുള്ള ഒരു ഡൗട്ടുമായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ കർത്താവിനോട് അങ്ങ് ഏറ്റു പറയാം. കർത്താവേ, ഞാൻ പാപിയ, എന്നോട് ക്ഷമിക്കണം. കർത്താവെ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം. ഞാൻ എനിക്കായിട്ടല്ല അങ്ങേക്കായിട്ട് ജീവിക്കാനായിട്ട് എന്റെ ജീവിതത്തെ തരുന്നു. കർത്താവെ, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് കർത്താവിലേക്ക് അങ്ങ് നമ്മൾ ഇന്ന് പാട്ട് പാടി വിനയമുള്ള ഒരു ഹൃദയം തരണം. സ്വാശ്രയത്തിൽ നിഗളിയായിട്ട് ഞാൻ പോയി കർത്താവെ, എന്നാ ഞാൻ തിരിച്ചു വരുന്നു. കർത്താവെ, എന്നെ ക്ഷമിക്കണമേ. നമ്മൾ വീണ്ടും ആ പാട്ടിൽ നമ്മൾ ദിനം കർത്താവെ, നീതിമാനെ എന്നോട്, സ്നേഹവാനെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മള് വെളിച്ചത്തെങ്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്കൊരു നല്ല മനസ്സാക്ഷി, കർത്താവിന്റെ രക്തം നമ്മളുടെ ഹൃദയത്തെ, മനസ്സാക്ഷിയെ കഴുകുമ്പോൾ കർത്താവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കുക, നമ്മൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുകയും കൂടെ ചെയ്യുവാണെന്നാണ് റോമർ 5:9 വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യമൊക്കെ കണ്ടു. റോമർ 5:9 നമ്മൾ ആ രക്തത്താല് നീതീകരിക്കപ്പെടുകയും കൂടെ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളുടെ പാപങ്ങളൊന്നും കർത്താവ് ഓർക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാൻഡിങ്ങില്, ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെടുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കൃപയാവുള്ളേ. എന്നാൽ നമ്മൾ ആ
ദൈവത്തിന്റെ ശക്തിയാകുന്ന കൃപയ്ക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കൃപ നമുക്ക് അങ്ങ് അധീനമാകും. നമ്മൾ കൃപയ്ക്ക് നമ്മൾ അധീനരായിത്തീരും. അതാ നമ്മള് റോമർ 5:1 വാക്യത്തില് നമ്മൾ നിൽക്കുന്ന ഈ കൃപയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ റോമർ 6:14 വരുമ്പോൾ ആ കൃപയ്ക്ക് നമ്മൾ അധീനരാകിയാല് പാപം നിങ്ങൾക്ക് കർത്തൃത്വം നടത്തുകയില്ലെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കത്തില് നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ആ 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളേ, എങ്കിലും അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ വാക്യം അങ്ങ് എടുക്കാം. റോമർ 5:2 വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിൽ എന്ന് പറഞ്ഞ്, അതായത് യെഹെസ്കേൽ 47 കണ്ട വിഷനില്, ദർശനത്തില് ആദ്യം വെള്ളം എവിടം വരെ ഉണ്ടായിരുന്നു? കണങ്കാല് വരെ ഉണ്ടായിരുന്നു. നരിയാണി വരെ എന്ന് പറയുമ്പോൾ കണങ്കാല് വരെ ആംഗിൾ. അതാ നിൽക്കുന്ന ഈ കൃപയിൽ, കൃപാ നദിയിൽ നമ്മൾ നിൽക്കുക. എന്നാൽ നമ്മള് കൂടുതലായിട്ട് നമ്മൾ ആഴത്തിലേക്ക് കർത്താവിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ സമാധാനത്തിന്റെ 3 തലം പറയാൻ വേണ്ടി അങ്ങ് വരിക. നിൽക്കുന്ന ഈ കൃപയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതാ നമ്മൾ റോമർ 5:1 ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടെന്നുള്ള വാക്യം കണ്ടു. യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കൃപയിൽ, നിൽക്കുന്ന അവസ്ഥയില്. എന്നാൽ അതിന്റെ അടുത്ത അധ്യായം റോമർ 6:14 വരുമ്പോഴത്തേക്കും കൃപയിൽ നമ്മൾ നിൽക്കുമെന്ന് മാത്രമൊന്നുമല്ല, മറിച്ച് കൃപയ്ക്ക് നമ്മളങ്ങ് അധീനരായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്, ആ ഒരു ആത്മീയമായിട്ടുള്ള വലിയൊരു മെച്യൂരിറ്റിയെ കുറിച്ചും ആത്മീയമായിട്ടുള്ള ആ ഒരു വലിയൊരു സമൃദ്ധിയെക്കുറിച്ചും നമ്മളിവിടെ വായിക്കുന്നത്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനെന്ന് കർത്താവ് യോഹന്നാൻ 10:10 പറഞ്ഞതുപോലെ കൃപമേൽ നിൽക്കുകയും കൃപയ്ക്ക് അധീനരാകുകയും ചെയ്യുന്ന സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ കൃപയെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പല വചനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളങ്ങ് നിറയപ്പെടുന്നു. അപ്പോ എന്താ? 14 റോമർ 6:14 നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേലെ കർത്തൃത്വം നടത്തുകയില്ല. ആ കൃപയ്ക്ക് അധീനരാകുമ്പോൾ ആ കൃപ ഒരു വെള്ളച്ചാട്ടം പോലെ നമ്മളുടെ ഒരു ജീവിത നദിയായിട്ട് നമ്മളിലേക്ക് വന്ന് നിറയുമ്പോൾ എന്താ? നമ്മളുടെ സമാധാനം, ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ ഒന്ന് നിറയുന്നു. നമ്മൾ ഫിലിപ്പിയർ 4:7 കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പൊ ദൈവത്തോട് സമാധാനം കൃപമേൽ നിൽക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ വന്ന് ജീവജല നദിയായിട്ട് നിറയുമ്പോൾ അതാണ് ദൈവത്തിന്റെ സമാധാനത്തിന് നിറവ്. ആ നിറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു കപ്പ് നിറച്ച എന്ത് പറ്റും ആൻഡ്രിയ? കപ്പ് നിറച്ചുകൊണ്ടേ ഇരുന്ന അത് നിറഞ്ഞങ്ങ് കവിയും. ടാങ്ക് മോട്ടർ അടിച്ച് ടാങ്ക് നിറഞ്ഞ് കവി ഓവർഫ്ലോ ചെയ്യും. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിൽ സമാധാനം അങ്ങ് നിറഞ്ഞുകൊണ്ടേ ഇരുന്ന സമാധാനം നിറഞ്ഞങ്ങ് കവിയുമ്പോ എന്ത് കിട്ടും? മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? സമാധാനത്തെ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? വഴക്ക് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെ കോപിച്ച വാക്കുകളും ആകുലപ്പെടുന്ന ചിന്തകളും ആകുലപ്പെടുന്ന സംസാരങ്ങളും പരാതിയും പുറകുറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. മറിച്ച് ഈ സമാധാനം നിറഞ്ഞു കഴിയുമ്പോൾ സമാധാനം കൊടുക്കും. അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അത് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് നമ്മൾ മത്തായി 5:9 നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടു. സമാധാന പുരുഷനുണ്ടെങ്കിൽ ആ ഭവനത്തിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ മീറ്റിങ്ങിന് ശേഷം ലൂക്കോസ് 10:6 നമ്മൾ സംസാരിച്ചായിരുന്നു. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. ലൂക്കോസ് 10:6 സമാധാന പുരുഷനുണ്ടെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഭവനത്തിന് മേല് കർത്താവിന് അനുഗ്രഹം തന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടപ്പോൾ ദൈവത്തോടുള്ള സമാധാനം, ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ ഒന്ന് നിറയുന്നു. ആ സമാധാനം നിറഞ്ഞു കവിഞ്ഞൊഴുകി മറ്റുള്ളവരിലേക്ക്. അപ്പൊ യേശുവിന് എപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് കൊണ്ട് കർത്താവിന് മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് പറഞ്ഞതല്ല, മറിച്ച് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത്, ഒരാൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ വൈറ്റമിൻ എ സപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നോണ്ട് കാര്യമുണ്ട്. വൈറ്റമിൻ ഡി തന്നെ കൊടുക്കണം അല്ലേ? ഇപ്പൊ ഒരാൾക്ക് എന്തിനു പറയുന്നേ, നമുക്ക് ഇങ്ങനെ പ്ലേറ്റ്ലെറ്റിന്റെ കുറവുണ്ടെങ്കിൽ വെറുതെ കുറച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തോളൂ, പ്ലേറ്റ്ലെറ്റ് തന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ എന്താണോ നമുക്ക് കുറവായിട്ടുള്ളത് അത് തന്നെ സപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ആ ശിഷ്യന്മാരെ പേടിച്ച് വരണ്ട് സമാധാനം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ കർത്താവ് വന്ന് നിങ്ങൾക്ക് അതുണ്ടാവട്ടെ ഇതുണ്ടാവട്ടെ എന്ന് പറയാതെ കർത്താവ് പറഞ്ഞു എന്താ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് ആ സമാധാനത്തെ കുറിച്ച് തന്നെ ആയിരുന്നു അവരോട് പോകുന്നതിന് മുമ്പ് കർത്താവ് വീണ്ടും വീണ്ടും പറഞ്ഞൊരു വാക്യം ഉണ്ടായിരുന്നു. എന്താ? യോഹന്നാൻ 14:27 നമുക്കറിയാം, ലോകം തരുന്നത് പോലെയല്ല എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് യോഹന്നാൻ 14:27 നമുക്കറിയാം. പിന്നെയും കർത്താവ് യോഹന്നാൻ 16:33 കർത്താവിന്റെ ഇവരോടുള്ള ലാസ്റ്റ് പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്നത്. യോഹന്നാൻ 16:33 എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ
ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമാധാനം, ആ സമാധാനം എന്നുള്ള വാക്ക് ഐറിൻ എന്നുള്ളൊരു വാക്കാ. ഐറിൻ എന്നുള്ള വാക്ക് അറിയത്തില്ല? നമ്മുടെ പല കൂട്ടുകാരികളുടെയൊക്കെ പേര് ഐറിൻ എന്ന് കാണും അല്ലെ ആൻഡ്രിയ? ഐറിൻ കൂട്ടുകാരി ഉണ്ടോ സ്കൂളിൽ? അവിടെ അപ്പുറത്തുണ്ട്. ഐറിന്റെ അർത്ഥം എന്താണെന്ന് ഐറിനോട് എന്ന് ചോദിക്കണം. എനിക്ക് ഐറിന്മാർക്ക് അറിയത്തില്ലായിരിക്കും. ഐറിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. സോഫിയ എന്ന് പറഞ്ഞാല് ജ്ഞാനം എന്നാണ്. ബാസിലൂസ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ്. അപ്പൊ ഐറിൻ എന്നുള്ള വാക്ക് എങ്ങനെ, ഐറിന്റെ ആ മൂലപദം എന്ന് പറഞ്ഞാൽ ഐറോ എന്ന് പറഞ്ഞിട്ട്, ഐറോ എന്ന് പറഞ്ഞാൽ ടു ജോയിൻ. എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരുക എന്ന് പറഞ്ഞാല് ദൈവത്തോട് കൂടിച്ചേരുമ്പോഴാണ് എന്താ ഉള്ളേ? സമാധാനമുള്ളേ. അപ്പൊ ഐറിൻ എന്ന് പറയുന്നത് ആ ഗ്രീക്ക് പദം സമാധാനം എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടി ചേരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനമുള്ളത്. അപ്പൊ നമ്മള് ബാക്കി സമാധാനത്തിനായിട്ട് എന്തെല്ലാം കൗൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ, സമാധാനത്തിനായിട്ട് ഒത്തിരി പേര് എന്റെ അടുത്ത് കൗൺസിലിംഗ് ആയിട്ട് വരുമ്പോൾ ഞാൻ അവരുടെ റിസപ്റ്റീവ്നെസ് അനുസരിച്ച്, അവരുടെ ആ ഒരു സംവേദനക്ഷമത അല്ലെങ്കിൽ അവരുടെ സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തിക്ക് അനുസരിച്ച് കർത്താവിലേക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇന്നൊരു മോള് മേ ബി ഒരു 19-20 വയസ്സ് കാണുമായിരിക്കും. അപ്പൊ അവര് ഓൾറെഡി ഒരു ക്രിസ്തീയ കുടുംബത്തിലുള്ളവരെ, പക്ഷെ ഇപ്പൊ അവരും സമാധാനമില്ല, ആത്മഹത്യാ ശ്രമമൊക്കെ ആയിട്ട് ഒക്കെ വന്നതാ. അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ കർത്താവിനെ പറഞ്ഞ് സ്വീകരിച്ച് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അവര് കർത്താവിനോട് കൂടി ചേരുമ്പോഴാണ്. നമ്മളുടെ പല പാട്ടിൽ നമ്മൾ പാടുമല്ലോ, എന്താ ഒന്ന് ഉള്ള ആനന്ദമില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുണ്ട്. പിന്നെ കർത്താവിന്റെ മാർവിലാണ് ഏത് ഖേദം വരികിലും പതറാതെ യേശുവിൽ നീ ആശ്രയിച്ചിടുകിൽ, അല്ലെ? കർത്താവിന്റെ മാർവിൽ ചാരുമ്പോഴാണ്, കർത്താവിന്റെ മാർവിടത്തിലാണ് ഏറ്റവും വലിയ സമാധാനമുള്ളത്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടീനെ എവിടെ സമാധാനം വെച്ചാൽ അമ്മയുടെ അച്ഛന്റെ അടുത്തങ്ങ് കെട്ടിപ്പിടിക്കുമ്പോ, അപ്പൂപ്പനെ അമ്മയുടെ അടുത്തങ്ങ് കെട്ടിപ്പിടിക്കുമ്പോ നമുക്കൊരു സമാധാനമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്കുള്ള യഥാർത്ഥത്തിലുള്ള സമാധാനം എവിടാ ഉള്ളേ? യേശുവിലേക്ക് നമ്മളങ്ങ് അതുപോലെ അങ്ങ് കർത്താവിനെ വിശ്വാസത്താൽ നമ്മളങ്ങ് ഹഗ് ചെയ്യുക, കർത്താവിനെ അങ്ങ് വിശ്വാസത്താൽ കെട്ടിപ്പിടിക്കുക. അപ്പോഴാണ് നമുക്ക് സമാധാനമുള്ളത്. നമ്മളുടെ എല്ലാ ഭാരങ്ങളും കുറവുകളും എല്ലാം കർത്താവിനോട് പറഞ്ഞ യേശുവേ ഞാൻ അങ്ങേ കെട്ടിപ്പുണരുന്നു കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവിനോട് ചേരുമ്പോൾ എന്തുണ്ട്? ഐറിനുണ്ട്, എന്താ? സമാധാനമുണ്ട്. അപ്പൊ ആ യോഹന്ന 20-ാം അധ്യായത്തില് നമ്മള് ആ സമാധാനം എന്നുള്ളൊരു കാര്യം നമ്മളോട് കാണും. യോഹന്ന 20-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യത്തില് അവിടെ നമ്മളവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞാല് വേർ ദ ഡിസൈപ്പിൾസ് വേ എന്ന് പറഞ്ഞാല് 19-ാമത്തെ വാക്യം, യോഹന്ന 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത്, ശിഷ്യന്മാരെല്ലാം കൂടെ പലയിടത്ത് പോയിരിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിന് ഇതുപോലെ പ്രത്യക്ഷപ്പെടാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നു. അവരെല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അവരെല്ലാം ഒരുമിച്ച് ഒരിടത്തായിരുന്നു. ശരിയാണ്, ആ അന്ത്യത്താഴത്തിന്റെ സമയത്ത് അവര് ആരാ വലിയവെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും കർത്താവ് അങ്ങ് പോയി, കർത്താവിനെ അവര് കാണുന്നില്ല. ആ ഒരു സമയത്ത് അവര് വലിയൊരു ആവശ്യബോധത്തില് അവരങ്ങ് ആ നുറുക്കത്തില് ആ ഒരു താഴ്മയിലെ നുറുക്കത്തില് അവര് ഒരിടത്തായിരുന്നു. അവര് പലയിടങ്ങളിലായിരുന്നെങ്കിൽ അവര് 11 പേര് 11 അടുത്തായിരുന്നെങ്കിൽ കർത്താവിന് എത്ര പാടായിരുന്നു ഇവിടെല്ലാം ചെന്ന് പ്രത്യക്ഷപ്പെടണം. കർത്താവ് ചിലപ്പോ അവര് ഒരുമിച്ച് വരുന്നിടം വരെ പ്രത്യക്ഷപ്പെടാതിരുന്നേനെ. പക്ഷേ ശിഷ്യന്മാര് ഒരുമിച്ച് അവര് ശരിയാണ്, അവർക്ക് യഹൂദന്മാരെ കുറിച്ചുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഫോർ ദ ഫിയർ ഓഫ് ജ്യൂസ് അവര് കഥവൊക്കെ അടച്ചായിരുന്നേ. എങ്കിൽ പോലും അവരുടെ ആ ബലഹീനതയിൽ അവര് ഒരുമിച്ചായിരുന്നു. പെന്തക്കോസ്ത് നാളില് ഇതും കഴിഞ്ഞ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് 40ഓളം ദിവസം കർത്താവ് അവർക്ക് പ്രത്യക്ഷമായതായിട്ട് നമ്മള് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 37 ദിവസം, 40ഓളം ദിവസം എന്ന അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 40ഓളം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളില്, അപ്പം 3 ദിവസം കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 37 ദിവസങ്ങൾ, അതായത് 40ഓളം ദിവസം കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 ദിവസം കഴിഞ്ഞ് പെന്തക്കോസ്ത് നാളില് ഇവരെല്ലാരും കൂടെ പലയിടങ്ങളിലായിരുന്നെങ്കിൽ ഈ 120 പേര് വലിയ ഭക്തന്മാരാ, പക്ഷെ അവർ 120 ഇടങ്ങളിൽ പോയി ദൈവത്തോട് നിലവിളിക്കുക, അയ്യോ പരിശുദ്ധാത്മാവിന്റെ നിറവ് തരണേ, പരിശുദ്ധാത്മാവിന്റെ നിറവ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എന്തുവായിരുന്നു നിങ്ങൾക്ക്? എന്നാൽ അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. അവരെല്ലാം ഒരിടത്തായിരുന്നു. ശരി, ആ ഒരു ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നടക്കുന്നത്. ശരിയാണ്, നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണം, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയും കർത്താവിനെ തേടുന്നത് തീർച്ചയായിട്ടും വേണം. എന്നാൽ നമ്മൾ പെന്തക്കോസ്ത് നാളില് അവിടെ ആ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴും
രണ്ടാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഞാൻ വായിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ, പെന്തക്കോസ്ത് നാൾ എന്ന് പറയുമ്പോൾ 50-ാം ദിവസം ആ വാക്കിന്റെ അർത്ഥം. 50-ാം ദിവസം എന്ന് പറയാൻ കാരണം പെസഹ കഴിഞ്ഞിട്ടുള്ള 50-ാം ദിവസം അവർക്കൊരു പെന്തക്കോസ്ത് പെരുന്നാൾ ഉള്ളതായിരുന്നു, ആദിഫല പെരുന്നാൾ ഉള്ളതായിട്ട് നമ്മൾ ലേവ്യ പുസ്തകം മുതലേ, നമ്മൾ ലേവ്യ 23-ാം അധ്യായം മുതലേ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ലേവ്യർ 23-ാം അധ്യായത്തിൽ ആ വലിയ പെരുന്നാളുകളെ കുറിച്ചൊക്കെ 7 പെരുന്നാളുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോ, അപ്പൊ യഹൂദന്മാർക്ക് ഒരു പെന്തക്കോസ്ത് നാൾ ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ മുതലേ. അപ്പൊ ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോ എല്ലാവരും പല സ്ഥലത്ത് ചിതറി പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇല്ല, എന്താ, എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം നമ്മളിവിടെ അരുണിന്റെ വീട്ടില് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പലയിടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാ ഞായറാഴ്ച നമ്മൾ കൂടി വരുന്നു, വീണ്ടും ആഴ്ചയുടെ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടി വരാനായിട്ട് നമ്മൾ മാക്സിമം, ശരിയാണ്, നമ്മൾ ഇങ്ങനെ ഓൺലൈൻ സഹോദരന്മാരെ കുറ്റം പറയുന്നില്ല, അവരുടെ പരിമിതികൾ കാരണം അവർ ഓൺലൈനായിട്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ കഴിവതും ഒന്നുകൂടെ ഒന്നിച്ച് കൂടുമ്പോൾ ഉള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അവിടെ ഒന്നിച്ച് കൂടുന്നിടത്താം കർത്താവിന്റെ ഒരു ശക്തമായിട്ടൊരു സാന്നിധ്യം. കർത്താവ് നമ്മളുടെ കൂടെ, ഞാൻ നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായിട്ടും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ 2-3 പേര് ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു മധ്യം, ഒരു ഇൻ ദ മിഡ്സ്റ്റ് വേണമെങ്കിൽ 2 പേരെങ്കിലും വേണം, 3 പേരെങ്കിലും വേണം ഒരു കുടുംബത്തിൽ. അതുകൊണ്ട് നമ്മൾ കുടുംബ പ്രാർത്ഥനയായിട്ട് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പ്രാർത്ഥന വേണം. എന്ന് നമ്മൾ കുടുംബമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ 2-3 പേര്, അവിടെ കർത്താവിന്റെ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെന്നല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്നൊക്കെ നമ്മൾ എബ്രായർ 13-5-6 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് നല്ല മനസാക്ഷിയുണ്ട്, നമ്മൾ വെളിച്ചത്തിലാണെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. എന്നാൽ നമ്മള് കുടുംബമായിട്ട് ഒരുമിച്ചായിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളുടെ സഹോദരങ്ങളുമായിട്ട്, ദൈവം നമ്മളെ ഒരു ശരീരമായിട്ട്, ഒരു ലൊക്കാലിറ്റിയിലെ പ്രദേശമായിട്ട് വിളിച്ചിരിക്കുന്ന സഹോദരങ്ങളുമായിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ എന്തുണ്ട്, ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച എന്ത് ചെയ്യണമെന്ന് പറയുന്നേ, എന്തേ പറഞ്ഞു വരുന്നത്, ഞായറാഴ്ച എല്ലാവരും അങ്ങ് മീറ്റിങ്ങിന് വരണമെന്ന് പറയുന്നത്. ഇപ്പൊ ഈ സഹോദരൻ പറഞ്ഞു ഇതായിരുന്നു പറഞ്ഞു വരുന്നതല്ലേ. അതുകൊണ്ട് എന്താ, നമ്മൾ എബ്രായർ 10:24 എന്താ വായിക്കുന്നേ? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങള് സഭായോഗങ്ങളൊക്കെ നടക്കും, നിങ്ങൾ എവിടെങ്കിലുമൊക്കെ ഇരുന്നോ, പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. എബ്രായർ 10:24-25 എന്ന് പറയാൻ കാരണം മലയാളത്തിൽ 24 ആണെങ്കിൽ ഇംഗ്ലീഷിൽ 25, അങ്ങനെ 2 വാക്യം കൂടെ അതാ ഞാൻ ചേർത്ത് പറയുന്നത്. മലയാളത്തില് ഇംഗ്ലീഷിൽ 25, മലയാളത്തിൽ 24. അപ്പം എബ്രായർ 10:24 വാക്യത്തിൽ ചിലർ ചെയ്യുന്നത് പോലെ, 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസിയെ പോലെ ആവണമെന്ന് എല്ലാവരും പറയും. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ ചിലർ എന്ത് ചെയ്തു? സഭായോഗങ്ങളെ ഉപേക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികളും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ എന്റെ സഹോദരനെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ അവന്റെ കാവൽക്കാരനാണോ? മൈ ബ്രദേഴ്സ് കീപ്പർ, ഞാൻ എന്റെ സഹോദരന്റെ സൂക്ഷിപ്പുകാരനാണോ എന്ന് ആരാ ചോദിച്ചേ? കയീൻ ദൈവത്തോടാ ചോദിച്ചേ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടെന്ന്. അന്യോന്യം സൂക്ഷിച്ചുകൊള്ളാനാ പറയുന്നത്. അതാ നമ്മളിവിടെ വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അത് നോട്ട് forsaking our own assembling together as is the habit of some, but encouraging one another, and all the more as you see the day drawing near. അപ്പം ചിലർ ചെയ്യുന്നത് പോലെ നമ്മളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും, എന്തിനായിട്ട് സ്നേഹിക്കാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, അന്യോന്യം സ്നേഹിപ്പാൻ, അങ്ങനെ സൽപ്രവൃത്തികൾ, കർത്താവ് നമുക്ക് മുന്നമേ നിർണയിച്ചിട്ടുള്ള സൽപ്രവൃത്തികൾ, എഫേസ്യർ 2:10 സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം ക്രിസ്തു യേശുവിൽ നമ്മളെ കൈപ്പണിയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, ദൈവം അത് മുന്നമേ നിയമിച്ചിരിക്കുന്നു എന്നൊക്കെ എഫേസ്യർ 2:10 നമ്മൾ വായിക്കുന്ന പോലെ ആ സൽപ്രവൃത്തികൾ കർത്താവ് നമ്മളെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ വീട്ടിലും ജോലിസ്ഥലത്തും സഭയിലും ദേശത്തും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു, കർത്താവിന് വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഇനിയിപ്പോ ഞാൻ സഭായോഗം കൂടിക്കോളാം എന്ന് പറഞ്ഞാൽ കർത്താവിന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നാൾ തോറും എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അധികമായിട്ട് നമ്മൾ ഈ ഒരു ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് കർത്താവിനെ സീക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. കർത്താവ് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ആ ഒരു കൂട്ടായ്മ, ആ സഹോദരൻ, ആ യഹൂദന്മാരായിട്ട് ആയിരുന്ന ആ ശിഷ്യന്മാര്, അവര് കർത്താവിന്റെ പിൻഗാമികളായിട്ട് അവരായി തീർന്നു. അവരെ ബാക്കിയുള്ള യഹൂദന്മാരെല്ലാം ഒറ്റപ്പെടുത്തി. അവർക്ക് പല കുറവുകളുണ്ടായിരുന്നു, അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടായിരുന്നു. അവരെയും കർത്താവിനെ പോലെ ഇവരെല്ലാം കൂടെ പിടിച്ച് ക്രൂശിക്കുമെന്നുള്ള ഭയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരാരും കണ്ണിപ്പെടാതെ കഥകളൊക്കെ അടച്ചിരുന്നു. എങ്കിലും അവർ ഒരുമിച്ച് അവിടെ ഒരിടത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതൊരു
എന്തിനാ ശ്ലാഘനീയമായ അഭിനന്ദനീയമായ ഒരു കാര്യമായിട്ട് നമ്മളവിടെ കാണുന്നു. കർത്താവ് പറഞ്ഞിട്ട് പോയതും എന്തായിരുന്നു? നിങ്ങളെ സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം എന്ന് കർത്താവ്. അതെ, കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞായിരുന്നു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട്? നമ്മൾ ഈ ഇങ്ങനെ പപ്പയും മമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മയൊക്കെ ഇങ്ങനെ വീട് പോയിട്ട് മോനെ മോളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് എത്ര പ്രാവശ്യം പറയുന്നു പറഞ്ഞതുപോലെ കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? നമ്മൾ യോഹന്നാൻ 13:34 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അവിടെ തന്നെ 2 തവണ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വാക്യത്തിൽ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ 15ാം അധ്യായത്തിലേക്ക് വരുമ്പോ പിന്നെയും കർത്താവ് പറയുക. എന്താ? 12ാമത്തെ വാക്യം. 15 നമ്മൾ 13:34 കണ്ടു. പിന്നെ യോഹന്നാൻ 15:12 വാക്യത്തില് എന്താ വായിക്കുന്നേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. യോഹന്നാൻ 15:12. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കർത്താവ് പിന്നെ ഒന്നുകൂടെ തട്ടിയിട്ട് പറഞ്ഞു, ഇതാ ഞാൻ പറയുന്നേ. എന്താ? അതിന്റെ 17ാമത്തെ വാക്യം. യോഹന്നാൻ 15:17 വാക്യം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഒരു കാര്യം തന്നെ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ടീച്ചർ ഇത് മാത്രം മറക്കല്ലേ, ഈ ഇക്വേഷൻ മറക്കല്ലേ, ഇത് മറക്കരുത്, ഈ നിഘണ്ടു എന്ന് എഴുതുന്ന ഈ ഇണ്ടയാണോ ആ ഇണ്ടയാണോ എന്നുള്ള കാര്യമൊക്കെ ഇന്നവർക്ക് മലയാളം പരീക്ഷയായിരുന്നു. അപ്പൊ എന്താ അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ടീച്ചർമാർ കുട്ടികളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും അല്ലേ? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ അപ്പൂപ്പനും അമ്മൂമ്മ പറയും, അയ്യോ അത് പഠിച്ചോ, അതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അതെങ്കിലും ഒന്നുകൂടെ നോക്കണം, എന്തായാലും വരും പരീക്ഷയ്ക്ക് എന്ന് പറയുന്ന പോലെ കർത്താവ് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറിൽ വരുന്ന ചോദ്യം എന്താ? തമ്മിൽ തന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു കൽപ്പനയുണ്ട്. അത് നിങ്ങൾ മറന്നുപോകല്ലേ? യോഹന്നാൻ 13:34 2 തവണ എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നത് യോഹന്നാൻ 15:12 പറഞ്ഞു. അതും മതിയായിട്ട് പിന്നെയും 17ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് കർത്താവ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില മനസ്സിലായോ? അപ്പൊ കർത്താവ് ഞങ്ങളോട് എന്തായിരുന്നു പറഞ്ഞേ? അപ്പം കൂടുതൽ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലോ തമ്മിൽ സ്നേഹിക്കണം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇരിക്കാം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ചായിരുന്നപ്പോഴത്തേക്ക് കർത്താവ് ഇങ്ങ് വന്നു. അതാ നമ്മൾ ഈ യോഹന്നാൻ 19ാം അധ്യായത്തിലേക്ക് യോഹന്നാൻ 20ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവര് ഒരുമിച്ചായിരുന്നു എന്നുള്ള ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മളവിടെ കാണുന്നു. അപ്പൊ പിന്നെ 20ാമത്തെ വാക്യത്തില് യോഹന്നാൻ 20ാം അധ്യായത്തിന്റെ 20-20 എന്നൊക്കെ നമ്മള് പത്രത്തിലൊക്കെ വായിക്കില്ല, ക്രിക്കറ്റ് കളിക്കാർ പറഞ്ഞു 20-20 എന്താ പറയുന്നത്? ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവ് ശിഷ്യന്മാരെ എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ആദ്യം കർത്താവിനെ കണ്ടപ്പോ ഇതേ പോർഷൻ തന്നെ നമ്മള് ലൂക്കോസിലേക്ക് നമുക്ക് പോവാം. ഇതേ പോർഷൻ ലൂക്കോസ് 24 നമ്മൾ വായിച്ചതാ, എങ്കിലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കുമ്പോ ഇതേ സന്ദർഭം നമ്മൾ ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്. അപ്പം ആ എമ്മാവൂസിലുള്ള ശിഷ്യന്മാര് ഈ കാര്യങ്ങള് അവര് യേശുവിനെ കണ്ട കാര്യം വന്ന് ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി, പന്തിരുവരോട് പറയാൻ വേണ്ടി ഓടി വരുമ്പോ ശിമോൻ ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നാണ് നമ്മള് ലൂക്കോസ് 24:33-34 വായിക്കുന്നത്. ആ നാഴികയിൽ തന്നെ ലൂക്കോസ് 24:33 വാക്യം വായിക്കുന്നത്. ആ നാഴികയിൽ തന്നെ എന്ന് പറയുമ്പോൾ അവര് 11.25 കിലോമീറ്റർ എമ്മാവൂസിൽ നിന്ന് യെരുസലേമിലേക്ക് വീണ്ടും ഇങ്ങ് വന്നു. 11.25 കിലോമീറ്റർ ഞാൻ പറഞ്ഞതാണോ? അല്ല. അതിന്റെ 13ാമത്തെ വാക്യത്തില് 7 മൈൽ എന്ന് പറയുന്നുണ്ട്. 7 മൈൽ എത്രയാണെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഈ പണ്ടത്തെ ആൾക്കാർക്ക് മൈല് ഫർലോങ് ഒക്കെ, നമ്മുടെ ജേക്കബിനോട് എത്ര ദൂരം ചിലപ്പോൾ ഇത്ര ഫർലോങ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും ഈ ഫർലോങ് എത്രയെന്ന് ചോദിക്കും. നമുക്ക് പഴയ ആൾക്കാരുടെ ഇങ്ങനെ മൈല് ഫർലോങ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ കത്തും. അപ്പൊ 7 മൈൽ ദൂരം ഉണ്ടെന്ന് പറഞ്ഞാല് ഗൂഗിളിൽ അടിച്ചു നോക്കി 11.27 11.25 കിലോമീറ്റർ. സാധാരണ പോലെ നടന്നാൽ ഒരു 3 മണിക്കൂർ നടക്കാനുണ്ട്. കുറച്ചുകൂടെ ഓടിയൊക്കെ നടന്നാൽ കുറച്ചുകൂടെ പെട്ടെന്ന് വരാം. അപ്പൊ അങ്ങനെ ആ നാഴികത്തിന് അവർക്ക് അങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടി ഈ എമ്മാവൂസിലെ ഉള്ള 2 ശിഷ്യന്മാര്, അത് ഒരാള് 18ാമത്തെ വാക്യത്തില് ക്ലയോപ്പാവാണെന്ന് വായിക്കുന്നുണ്ട്, മറ്റേ ആള് ക്ലയോപ്പാവിന്റെ ഭാര്യ തന്നെ ആയിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെച്ചാൽ ആ ഭവനത്തിലോട്ട് പോയെന്ന് പറയുമ്പോൾ ക്ലയോപ്പാവിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ യോഹന്നാൻ 19 ക്രൂസിന്റെ ചുവട്ടിൽ ക്ലയോപ്പാവിന്റെ വൈഫും ഭാര്യ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മളവിടെ യോഹന്നാൻ 19ാം അധ്യായത്തിലെ ആ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പം ലൂക്കോസ് 24:33 വായിക്കും. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അത് എമ്മാവൂസിൽ നിന്ന് യെരുസലേമിലേക്ക് പിന്നെയും 11.25 കിലോമീറ്റർ നടന്നു വരാൻ അവരുടെ ആ ഒരു ആവേശവും സന്തോഷവും. പിന്നെ ആ ശിഷ്യന്മാരെ ഞങ്ങൾക്ക് ഇവിടെ യെരുസലേമിൽ നിന്ന് അവരങ്ങ് മടങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ എന്താ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് അജുബേർ അത് പറയുന്നുണ്ടായിരുന്നത്, യെരുസലേമാണ് എല്ലാ കാര്യങ്ങളെല്ലാം നടന്ന ഇടം. അവിടെ നിന്ന് മടങ്ങിപ്പോന്ന് പറയുമ്പോൾ അവര് നിരാശരായിട്ട് മടങ്ങിപ്പോയതാ. ഇനിയിപ്പം ഇത്രയും നാള് കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു, ഇനിയിപ്പോ എന്താണെന്ന് അറിയത്തില്ല. വല്ലാതൊരു അവര് അവര് എങ്ങനെയായിരുന്നു, സന്തോഷമായിട്ട് മടങ്ങിപ്പോയതായിട്ടാണ് നമ്മൾ വായിച്ചത്. അവര് വളരെ സാഡ് ആയിട്ട്, വളരെ ദുഃഖത്തോടെ നടന്നു പോയതായിട്ടൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ എന്നാൽ കർത്താവ് അവരോട് അവരോട് നിങ്ങൾക്ക് എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തെ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ലുക്കിംഗ് സാഡ് 17ാമത്തെ വാക്യത്തില് അവർ വാടിയ മുഖത്തോടെ നിന്നു. 17ാമത്തെ അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അവരെന്തോ വലിയ സന്തോഷത്തോടെ അല്ലെന്ന് വെച്ചാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, 3-ാം നാളുമായി, ഇനി എന്താന്ന് അറിയത്തില്ല. അവര് വലിയ വാടിയും ലുക്കിംഗ് സാഡ്. അപ്പോഴാണ് ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെയുള്ള കാര്യമൊക്കെ യേശുവിനോട് അവർ ചോദിക്കുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ കാര്യമൊക്കെ പറയുന്നു. അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കർത്താവ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നതായിട്ടൊക്കെ 32ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതാ കർത്താവ് നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. അതാ 32ാമത്തെ വാക്യത്തില് അതിന്റെ നാഴിക തന്നെ അവര് യെരുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. 34ാമത്തെ വാക്യം ലൂക്കോസ് 24:34, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. 11 പേര്, യൂദാസ് പോയി 11 പേര്, എന്നാൽ 11 പേരിൽ ഒരു തോമസ് ഇല്ലായിരുന്നു നമ്മൾ യോഹന്നാൻ 20 വായിക്കുന്നുണ്ട്. അപ്പൊ ആ ദ 12 ദ 11 എന്നൊക്കെ അവരുടെ ഒരു ടൈറ്റിൽ മാതിരിയായിരുന്നു. അതുകൊണ്ട് ആ 11 പേർ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഈ ലൂക്കോസിലൂടെ രേഖപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ ശീമോൻ ഓൾറെഡി പ്രത്യക്ഷനായി എന്നുള്ള കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ എമ്മൗസിലെ ശിഷ്യന്മാർ വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പം അവൻ അവരുടെ നടുവിൽ നിന്നു. അതാ നമ്മളിപ്പോ യോഹന്നാൻ 20-ാം അധ്യായത്തില് കർത്താവിന്റെ നടുവിൽ നിന്നതായിട്ട് വായിച്ചു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. കർത്താവിനെ കണ്ടപ്പോഴും ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. എന്നുവെച്ചാല് പുനരുദ്ധാനം ചെയ്ത ശരീരം നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തോ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതെന്തോ ഭൂതമാണോ എന്ന് അവർ ഭയപ്പെട്ടു. അവർ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്, ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിയുവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ചില നമ്മൾ വെറുതെ കയ്യും കാലും കാണിച്ച് മയക്കി കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് കർത്താവ് ഇവരെ, ഈ ശിഷ്യന്മാരെ എന്തായാലും പറഞ്ഞേ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ ആ ഒരു സ്നേഹം, കർത്താവിന് വേറെ പുനരുദ്ധാനം ചെയ്തതിനു ശേഷം കർത്താവിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു. കർത്താവ് വേണമെങ്കിൽ ഭൂമിയൊക്കെ നൂടായിട്ട് സഞ്ചരിച്ച് നമ്മുടെ ഇന്ത്യയിലോട്ടും കേരളത്തിലോട്ടും ഒക്കെ ഒന്ന് വന്ന് എല്ലായിടത്തൊക്കെ ഒന്ന് പുനരുദ്ധാനം ചെയ്ത ശരീരമല്ല. ഈ സ്പേസിൽ അവര് ഗ്രാവിറ്റി ഇല്ലാതെ നമ്മുടെ സുനിത വില്യംസ് ഒക്കെ കുറെ നാൾ ഇരുന്നെന്ന് പറഞ്ഞതുപോലെ ഈ കർത്താവ് അതുപോലെ ആ ഒരു ശരീരമായിട്ടൊന്ന് കറങ്ങി അടിച്ച് നടക്കാന്ന് വിചാരിച്ചില്ല. മറിച്ച് കർത്താവ് തനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് തന്നെ പിൻഗമിച്ച് ആ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന്, അതും അവരെത്രയും കുറവുള്ള ശിഷ്യന്മാരാണ്. അവരിങ്ങനെ വിശ്വാസം കൊണ്ട് വിശ്വാസവീരന്മാരായിട്ടൊന്നും ഇരിക്കുമല്ല. പരിശുദ്ധാത്മ അവരുടെ മേല് അപ്പോഴും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അവര് ഭയപ്പെട്ടു ഒക്കെ ഇരിക്കുവാണ്. അവരിൽ പല പ്രയാസങ്ങളും പല പരാതികളോ വെറുപ്പോ ആകുലയോ അതൊക്കെ ഉണ്ട്, ഭയമൊക്കെ ഉണ്ട്. എങ്കിലും അവരെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് കർത്താവിന്റെ ഒരു സ്നേഹം, പുകയുന്ന തിരി കെടുത്തി കളയാത്ത, ചതഞ്ഞ ഒടിച്ചു കളയാത്ത ഒരു കർത്താവിനെ കുറിച്ച് നമ്മള് മത്തായി 12 യെശയ്യാവ് 42 എന്നുള്ള ആ ഒരു ഉദ്ധരണിയൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് അവര് ചതഞ്ഞ ഉടയുടെ അവസ്ഥയിൽ ഇരിക്കുക. എല്ലാവരും കൂടെ യഹൂദന്മാരുടെ എല്ലാം കുത്തുവാക്കുകളൊക്കെ കേട്ട് ചതഞ്ഞിരിക്കുക. യേശു ക്രൂശിച്ചതിന് ശേഷം പോലും യേശുവിനെ ആ ചതിയെന്നൊക്കെയാ കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നതായിട്ടൊക്കെ നമ്മളവിടെ മത്തായി 28 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുപോലെയൊക്കെയുള്ള അപ്പൊ ശിഷ്യന്മാരെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ഗുണമില്ലാത്ത ആൾക്കാര്, അവര് പല ചീത്ത വാക്കുകളൊക്കെ ആയിട്ടായിരിക്കും ഇവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചതഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിന് പലരുടെയും പല നിന്ദാവാക്കുകളും അവജ്ഞയും പുച്ഛവും അങ്ങനെയൊക്കെ ചതഞ്ഞിരിക്കുന്ന പല സാഹചര്യങ്ങളിലൂടെ തോൽവികളിലൂടെ ഒക്കെ നമ്മൾ ചതഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ നമ്മള് വല്ലാതെ ഒരു ഒരു പുകയുന്ന തിരി, ആളിക്കത്തണ്ട തിരിയാണ് എന്ന് നമ്മളിങ്ങനെ പുകഞ്ഞ് ഇങ്ങനെ ഈ വെള്ളം കയറിയ തിരി
ഇങ്ങനെ ഗിരിന്ന് ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് കത്താതിരിക്കുന്നത് പോലെയൊക്കെ കർത്താവിന് വേണ്ടി വേണ്ടത്ര ജ്വലിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് കർത്താവ് അതിനെ കൂടി കരുതോ, ഇതിനെ കൊണ്ടൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി കളയാതെ കർത്താവിന്റെ കൈയും കാലും വിലാപ്പുറവും കാണിച്ചു. നമ്മൾ യോഹന 20 ഇപ്പൊ കൈയും വിലാപ്പുറവും കാണിച്ചെന്ന് വായിച്ചു. ഇവിടെ വായിക്കുന്നത് എന്താ? കൈയും കാലും കാണിച്ചു. കർത്താവിന്റെ കാലിലും ആണിപ്പഴുത് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന നമുക്ക് ബൈബിളിൽ ലഭിക്കുന്ന ഏക വാക്യം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞതുപോലെ ഈ വാക്യം തന്നെ, 39ാമത്തെ വാക്യം, ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിയുവിൻ. അപ്പൊ കാല് നോക്കണമെങ്കിൽ കാലിലും എന്ത് കാണും? ആണിപ്പഴുത് കാണും. അത് വെറുതെയുള്ള ആണിപ്പഴുതല്ല, കർത്താവിന്റെ ആ ആണിപ്പഴുതിലേക്ക് വിരലിട്ട് നോക്കാന്ന് തോമസിനോട് പറയുമ്പോൾ എത്ര വലിയ ആണപ്പാടാണ്. ഇപ്പൊ ഇത് സാധാരണ നമ്മുടെ ഇപ്പൊ ഈ കാണുന്നതാണൊക്കെ ഇത്ര ഇഞ്ചിന്റെ ചെറിയ ആണിയൊന്നും അല്ല. ഒരു മനുഷ്യനെ ക്രൂശില് അതുപോലെ തറച്ച് എടുത്തണമെങ്കിൽ അതുപോലെ വലിയ ആണിയാ. അപ്പൊ അതുപോലെ ഒരു വിരലിടാൻ തക്കവണ്ണുള്ള ഒരു ആണി, കർത്താവിന് വിലാപ്പുറത്തെ ഇത് ഒരു കൈ ഇടാൻ തക്കവണ്ണുള്ള ഒരു മുറിവ്, അത്രയധികം കർത്താവ് നമുക്ക് വേണ്ടി പാടുപെട്ടു എന്നുള്ളൊരു കാര്യം. ഒരു പച്ചയായ മനുഷ്യനെയാ അതുപോലെ ഒരാളുടെ വിരലിടാൻ തക്കവണ്ണുള്ള ഒരു ആണിപ്പഴുതം ഉണ്ടാകത്തക്കവണ്ണം പച്ചയായ മനുഷ്യനെയാ അവര് കർത്താവ് ക്രൂശിച്ച്. എന്തിനു വേണ്ടിയാ? എന്റെ പാപത്തിന് വേണ്ടിയാ. കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ടാ ക്രൂശിൽ കർത്താവ് കൈനീട്ടി കൊടുത്ത്, കർത്താവ് കാല് വിരിച്ചു കൊടുത്ത്, കൈയും കാലും ഒക്കെ വിരിച്ചു കൊടുത്ത്. അതുകൊണ്ട് കർത്താവ് ഈ ശിഷ്യന്മാര് കൈയും കാലും ഒക്കെ കാണിച്ച് എന്താ കർത്താവ് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുക. ഞാൻ തന്നെ ഇന്ന് എന്റെ കൈയും കാലും നോക്കി അറിയുവിൻ, എന്നെ തൊട്ട് നോക്കുവിൻ, എന്നെ ഒന്ന് തൊട്ട് നോക്കുമെന്ന് പാൽപ്പേറ്റ് നിങ്ങളെന്ന് എന്റെ കൈയൊക്കെ ഒന്ന് പിടിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന്, നിങ്ങൾ ഭൂതമെന്നൊക്കെ അല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മാംസം അസ്ഥിയൊന്നും ഭൂതത്തിനില്ലല്ലോ. രക്തത്തിന്റെ കാര്യം കർത്താവോട് പറയുന്നില്ല. അതിൽ നിന്ന് നമ്മൾ പുനരുദ്ധാന ശരീരത്തിൽ രക്തം കാണുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. മാംസവും അസ്ഥിയും ഉണ്ട്, ഇന്ന് രക്തം കാണുകയില്ല എന്നുള്ള കാര്യം നമ്മൾ സാക്രിഫൈസിൽ കേട്ടിട്ടുള്ളത് പോലെ അങ്ങനെ അത് കർത്താവ് അവരുടെ കൈയും കാലും ഒക്കെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ 40ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ സന്തോഷത്തിൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഉണ്ടോ, ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവരൊരു ഖണ്ണം വറുത്തമീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകയെ തിന്നു. പിന്നെ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. 44ാമത്തെ വാക്യം മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച്, അതായത് ബൈബിൾ, ഒരു ഫുൾ ബൈബിൾ സ്റ്റഡി, ത്രൂ ദ ബൈബിൾ സ്റ്റഡി കർത്താവ് എടുക്കുക. നമ്മള് ത്രൂ ദ ബൈബിൾ എടുത്തതുപോലെ ഇവിടെ ത്രൂ ദ ബൈബിൾ സ്റ്റഡിയാ പറയുന്നത്. എന്താ? പഴയ നിയമത്തിലെ ത്രൂ ദ ബൈബിൾ, ഓൾഡ് ടെസ്റ്റമെന്റ് ബൈബിൾ സ്റ്റഡിയാ. എന്താ? മോശയുടെ ന്യായപ്രമാണത്തിലും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പുസ്തകങ്ങളായി. മോശയുടെ 5 പുസ്തകങ്ങൾ, പെന്ററ്റ്യൂക്ക്, ആദ്യത്തെ 5 പുസ്തകങ്ങൾ. അത് കഴിഞ്ഞിട്ട് പ്രവാചക പുസ്തകങ്ങളിൽ ബാക്കിയുള്ള മൈനർ പ്രോഫിറ്റ്സ്, മേജർ പ്രോഫിറ്റ്സ്, പിന്നെ സങ്കീർത്തനങ്ങള്. അപ്പൊ അതിന്റെ കൂടെ സങ്കീർത്തനം, സദൃശവാക്യം, യോബിന്റെ പുസ്തകവും കാവ്യ പുസ്തകങ്ങളെല്ലാം, സഭാപ്രസംഗിയും ഉത്തമഗീതം എല്ലാം ആ കാവ്യ പുസ്തകങ്ങളെല്ലാം കൂടെ ചേർന്ന് സങ്കീർത്തനങ്ങൾ. അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് അതിനെക്കുറിച്ച്, അതിലെല്ലാം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ കർത്താവ് തന്നെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി. ലൂക്കോസ് 24-ലാണ്. ലൂക്കോസ് 24-ന്റെ 46 വായിക്കുന്നത്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും. അതായത് കർത്താവ് അന്ന് യോഹന 20 പ്രത്യക്ഷപ്പെടുത്തപ്പോൾ കർത്താവിന്റെ മീറ്റിംഗ് അജണ്ട, മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ആയി വായിക്കുന്നത്. നമ്മൾ മീറ്റിംഗ് കൂടി എന്താ സംഭവിച്ച് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് എടുത്ത് വായിച്ചു നോക്കി, എന്തൊക്കെ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പൊ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് ഇവിടെ ലൂക്കോസ് കുറച്ചുകൂടെ നന്നായിട്ട്. ഇപ്പൊ ചിലര് മിനിറ്റ്സ് എഴുതുന്ന കാര്യം എടുക്കരാം. മീറ്റിംഗ് കഴിയുമ്പോൾ ചിലരോട് ചോദിച്ചു എന്തോ മീറ്റിംഗ് നടന്നത്, എന്തൊക്കെയോ പറഞ്ഞു. ചിലരാണെങ്കിൽ മിനിറ്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും. അപ്പൊ യോഹന്നാൻ എന്തായാലും മിനിറ്റ്സ് അത്ര ഡീറ്റെയിലായിട്ട് എഴുതിയില്ല, ലൂക്കോസ് ഓൾറെഡി എഴുതിയിട്ടുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതായത് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗിലോട്ട് ഞാൻ പോവാം. അപ്പൊ അതാ നമ്മള് ലൂക്കോസ് 24-46 ക്രിസ്തു കഷ്ടം അനുഭവിക്കും, 3-ാം നാൾ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനം യെരുശലേമിൽ തുടങ്ങി. യെരുശലേമിൽ ആദ്യം അവര് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്നത് തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു. അനന്തരം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കുറെ നാളുകൾക്ക് ശേഷം, പിന്നെയും ഒരു 40ഓളം നാളുകൾക്ക് ശേഷമുള്ള കാര്യം അനന്തരം എന്നും പറഞ്ഞ് 50ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ ബെഥാനിയിൽ വരെ കൂട്ടിക്കൊണ്ട് പോയെന്ന് വായിക്കുന്നത് അത് ബെഥാനിയ എന്ന് പറയുന്ന ഒലിവുമലയുടെ താഴ്വാരത്തിലുള്ളത്. അത് ഈ 50ാമത്തെ വാക്യം മുതൽ നമ്മൾ പിന്നെ ഒരു 40ഓളം ദിവസം അല്ലെങ്കിൽ 37 ദിവസത്തിന് ശേഷം,
അതെ, 30 ദിവസത്തിന് ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള കാര്യം നമ്മൾ 50-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. എന്നാൽ 49-ാമത്തെ വാക്യം വരെ കർത്താവ് എന്താ ഉയരത്തുന്ന ശക്തി ധരിക്കുവോളം നിങ്ങൾ ഇവിടെ യെരുശലേമിൽ പാർക്കണം. എന്നുവെച്ചാൽ ഇവരെല്ലാം ഗലീലക്കാരാ, ഈ ശിഷ്യന്മാരൊക്കെ എവിടുത്തുകാരാ? ഗലീലക്കാരെന്ന് പറഞ്ഞാല് വടക്കേ ഇസ്രായേലുകാരാ. അപ്പൊ വടക്കൻ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ തെക്കൻ കേരളത്തിൽ വന്ന എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുമല്ലേ? അവര് ട്രാൻസ്ഫർ അടിച്ചേക്കാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ അടിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഞങ്ങൾ സ്വന്തം നാട്ടിലോട്ട് അങ്ങ് പോകണം. അവര് ഇവിടെ ഇനി വീട് വെച്ച് താമസിക്കണമെന്ന് വിചാരിക്കുന്നവര് വളരെ ചുരുക്കമായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ ശിഷ്യന്മാരൊക്കെ ഇങ്ങ് ബത്സയിദെന്നും ഗലീലയിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് നമ്മുടെ ശിഷ്യന്മാര്. അവര് യെരുശലേമില് പെസഹയ്ക്കായിട്ട് ഗുരുവാകുന്ന കർത്താവിന്റെ കൂടെ വന്നവരാ. അപ്പൊ കർത്താവ് ഇവരെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇവർ എത്രയും വേഗം ഈ 50 ദിവസം പെന്തക്കോസ്ത് നാളൊന്നും കാത്തിരിക്കത്തില്ല. ഇവർ എത്രയും നേരത്തെ സ്വന്തം വീട്ടിലോട്ടങ്ങ് തിരിഞ്ഞു പോകും എന്നുള്ള കാര്യം കർത്താവിന് അറിയാം. അപ്പൊ അതുകൊണ്ട് യെരുശലേമിൽ നിങ്ങളെ കാത്തിരിക്കണം. ഗലീലയ്ക്ക് ഇടയ്ക്ക് ചെന്ന് ഗലീലയിലുള്ള ഒരു മലയിലെ കർത്താവിന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ മത്തായി 28-ലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിങ്ങൾ യെരുശലേമിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കണം. അത് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം കാത്തിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നത്. നമ്മൾ തിരിച്ചിങ്ങ് യോഹന്നാൻ 20-ാം അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവിടെ ആ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗിലെ കാര്യങ്ങളൊക്കെ നടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ തിരിച്ച് യോഹന്നാൻ 20-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ എല്ലാവരും എത്തിയല്ലോ. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കൈയും കാലും കാണിച്ചു. നമ്മളിപ്പോ ലൂക്കോസ് 24 കണ്ടു. കൈയും കാലും വിലാപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ്, കർത്താവിന്റെ സൈഡില് അതുപോലെ കുന്തത്താല് തുളച്ച വലിയൊരു ഒരാൾക്ക് കൈയിടാൻ പറ്റുന്ന ഒരു അത്രയും തരത്തിലുള്ള ഒരു ദ്വാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പിന്നെ തോമസ് കൈയിട്ട് നോക്കാന് തോമസിനോട് പറയുമ്പോൾ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കാൻ തക്കവണ്ണമുള്ള അത്രയും വലിയൊരു ദ്വാരം, കയ്യില് ഒരു വിരലിട്ട് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണിപ്പഴുത് ഒക്കെ ഉണ്ടായിരുന്ന കാര്യം നമ്മളവിടെ യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ ഭാഗത്ത് ഇത് പറഞ്ഞ് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാര് നമ്മൾ ആദ്യം ഒരു ഭയപ്പെട്ട കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 24 കണ്ടു. എന്നാൽ അവർ കർത്താവിനെ കണ്ടപ്പോൾ അവര് സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം നമുക്കപ്പോ ഓർമ്മ വരും. എന്താ? ഇതേ യോഹന്നാന്റെ സുവിശേഷം, അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇതേ യോഹന്നാന്റെ സുവിശേഷത്തില് എന്താ നമ്മൾ വായിച്ച് 16-ാം അധ്യായത്തില് കർത്താവ് പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ ദുഃഖിക്കുക എങ്കിലും നിങ്ങൾ സന്തോഷിക്കും എന്ന ആ പ്രവചനത്തിന്റെ പരിപൂർണമായിട്ടുള്ളൊരു പൂർത്തീകരണം പെന്തക്കോസ്ത് നാളിലെല്ലാം ഉണ്ടാകുന്നതെന്ന് അവിടുന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനൊരു ഭാഗികമായ പൂർത്തീകരണം നമ്മളിപ്പം കണ്ടു. എന്താ? നമ്മൾ യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് അവരോട് പറയുക. എന്താ നമ്മളിവിടെ വായിക്കുന്നേ? അത് അവിടെ നമ്മളെ ലിറ്റിൽ വൈൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. അതിന്റെ 16-ാമത്തെ വാക്യം യോഹന്നാൻ 16-16. അപ്പം 20-20 നിന്ന് നമ്മള് 16-16 പോവുക. യോഹന്നാൻ 16-16 കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, ക്രൂസിലേക്ക് പോവുക. പിന്നെ കർത്താവ് പിന്നെ 3 ദിവസം കാണത്തില്ല, എന്നെ കാണുകയില്ല. പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അതാ ഇപ്പൊ കണ്ടേ. നമ്മളിപ്പോ ഇവിടെ യോഹന്നാൻ 20-20 19-20 നമ്മൾ കണ്ടു, നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് കാണുന്നത് ഇടയ്ക്ക് കാണത്തില്ല, ഇടയ്ക്ക് കാണുന്നത് മിന്നായം പോലെ കർത്താവ് എന്തോ അപ്രത്യക്ഷപ്പെട്ടോ ഒക്കെ ഇരിക്കുവാണോ എന്തോന്നും പറഞ്ഞ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മി ചോദിച്ചു. കർത്താവിനോട് അങ്ങനെ ചോദിക്കാന് അവർക്ക് അത്രയ്ക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തമ്മി കുശുകുശിച്ചു. ഈ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ ചിലർ അങ്ങോട്ടേക്ക് ഡൗട്ട് ടീച്ചറിനോട് ചോദിക്കാതെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ ടീച്ചർ എന്താ അങ്ങനെ പറഞ്ഞേ, ഇത് മിസ് എന്താ ഇങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞ അപ്പൊ മിസ്സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറയേ. അപ്പൊ അതുപോലെ ഇവര് തമ്മി ചോദിക്കുന്നു. അതാ നമ്മളിവിടെ വായിക്കുന്നത്. ഇതെന്താ ഈ പറയുന്നത്? കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല, കുറച്ച് കഴിയുമ്പോൾ കാണും, എന്തൊക്കെ ഈ കർത്താവ് പറയുന്നത്? ഒരു അന്തവും ബന്ധുവില്ലാതെ എന്തൊക്കെയോ പറയുന്നോന്നൊക്കെ തോന്നുന്നല്ലോ. അപ്പൊ അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. 19-ാമത്തെ വാക്യത്തില് ഈ കർത്താവിന്റെ ആ ഒരു ആഗ്രഹം തന്നെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ആ ചോദ്യം തന്നെ അറിഞ്ഞ് അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ?
അത് കഴിഞ്ഞിട്ട് അവരെ ചോദ്യം ചെയ്യുന്നുവോ എന്നാണ് അവിടുത്തെ എക്സാക്ട് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. നിങ്ങളൊരു എന്നെ ചോദ്യം ചെയ്യുന്നവനൊക്കെ അങ്ങനെ ചോദിക്കുവാണോ, അമേൻ അമേൻ എന്ന് പറഞ്ഞ് വീണ്ടും കർത്താവ് പറയും. കർത്താവിന്റെ അമേൻ അമേൻ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഇല്ല, സത്യം സത്യമായിട്ട് അമേൻ അമേൻ എന്ന് ചില കാര്യങ്ങൾ ഊന്നി പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്ക അമേൻ അമേൻ. വീണ്ടും ജനിക്കാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല, ദൈവരാജ്യം കാണുകയില്ലെന്നൊക്കെ യോഹന്നാൻ 3:3-5 വാക്യങ്ങളിലൊക്കെ അമേൻ അമേൻ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതേപോലെ അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും. കർത്താവിന് ക്രൂശിക്കപ്പെടുമ്പോൾ അവരെല്ലാം കരഞ്ഞു വിലപിക്കും. അവര് കരഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് മഗ്ദലക്കാരത്തി മറിയവും ബാക്കിയുള്ള മറിയന്മാരെല്ലാം കൂടെ ചെന്ന് പറയുന്നതെന്നൊക്കെ നമ്മൾ മർക്കോസ് 16 ആ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവര് കരഞ്ഞു വിലപിച്ച് പത്രോസൊക്കെ ശരിക്കും നെഞ്ചത്തടിച്ച് കരഞ്ഞു കാണാം, അയ്യോ കർത്താവ് എന്നെ അവിടെ തള്ളിപ്പറഞ്ഞു കാണും, ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, അപ്പം പിതാവിന്റെയും ദൂതന്മാരുടെയൊക്കെ മുമ്പിൽ എന്നെ തള്ളിപ്പറഞ്ഞു കാണും, കർത്താവ് തന്നെ തള്ളിപ്പറഞ്ഞതിനെ ഞാൻ തള്ളിപ്പറയുന്നൊക്കെ പറഞ്ഞല്ലേ, അതുകൊണ്ട് എന്റെ കാര്യം കട്ടപ്പോകയായി എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം അതാ കർത്താവ് പറയുന്നത്, അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകക്കാര് പരീക്ഷന്മാർക്ക് ഇതിൽ സന്തോഷമായിരിക്കും. കയ്യഫാവും അന്നാവും ഒക്കെ വളരെ കേക്ക് മുറിച്ച് ലഡു ഒക്കെ കൊടുത്തായിരിക്കും സന്തോഷിച്ചത്. എന്നാൽ അവരുടെ സന്തോഷം അത്ര സ്ഥായിയായിട്ട് നിന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. ഒരാള് ഒരു രക്തസാക്ഷിയുടെ രക്തത്തിൽ നിന്ന് അനേകര് ഇങ്ങനെ ഇന്ന് പാർട്ടിക്കാര് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയല്ല, എന്നാൽ യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ രക്തസാക്ഷിയിൽ നിന്ന് രക്തസാക്ഷിയിൽ നിന്ന് നോക്കിയപ്പോ 120 പേര് ഒരാളെ ഒന്ന് പെടുത്തി അവരൊന്ന് കൈകാര്യം ചെയ്തതിന്റെ പാഠം അവർക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ 120 പേരും കൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് സാക്ഷികളായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. അപ്പം അതാ അവിടെ കുറഞ്ഞ ലോകമോ സന്തോഷിക്കും. കയ്യഫാവും ഹന്നാവും ഒക്കെ അന്നത്തെ മഹാപുരോഹിതന്മാര് ബാക്കിയുള്ള പരീക്ഷന്മാര് കർത്താവിനെ എന്തെങ്കിലും പെടുത്തി കൂട്ടാൻ വേണ്ടി അവര് പെടാപ്പാട് പെട്ടു. അവര് ഭയങ്കര സന്തോഷിക്കുമായിരിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. നമ്മളതാ ഇപ്പൊ നമ്മൾ വായിച്ച യോഹന്നാൻ 20:20 അവര് കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം, ബാക്കി ഒന്നിനും എടുക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായി തീർന്നോ എന്ന് ചോദിച്ചാൽ ആയില്ല. അതാ ഞാൻ പറഞ്ഞ ഭാഗികമായ ഒരു ഫുൾഫിൽമെന്റ് ഇപ്പം നടക്കുന്നുള്ളൂ. ഞാൻ ആ 2 വാക്യം കൂടെ വായിക്കാം. 21-ാമത്തെ വാക്യത്തിൽ സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്നെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ആ കുഞ്ഞ് സഭയാകുന്ന ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന കുഞ്ഞ് ജനിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിലാണ്. ആ 120 പേര് ഒരു ശരീരമാകുന്ന സഭയായിട്ട് ഒരു കുഞ്ഞായിട്ട് സഭ ഒരു ശിശുവിനെ പോലെ ജനിക്കുവാണ്, ഒരു ക്രിസ്തുവിന്റെ ശരീരമായിട്ട് ജനിക്കുക. അത് ഇപ്പൊ പ്രസവ വേദനയാണ് ഈ 3 നാള്, പിന്നെയും ഒരു 40ഓളം ദിവസം, പിന്നെ ഒരു 10 ദിവസം, അങ്ങനെ ഒരു പ്രസവ വേദന ഉണ്ട്, ദുഃഖത്തിന്റെ ദിവസങ്ങളുണ്ട്. എന്നാ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പിന്നെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് പ്രസവത്തിന്റെ സമയത്ത് ഇഞ്ചക്ഷൻ തന്നേ, എനിക്ക് വേദന എടുത്തെന്ന് പറഞ്ഞ് ഏതെങ്കിലും സൗകര്യമാര് കരഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞിനെ കാണുമ്പോൾ പിന്നെ കുഞ്ഞിനെ കളിപ്പിച്ചാൽ മതി, അയ്യോ കുഞ്ഞിനെ ഉമ്മ കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ കാണുമ്പോൾ പിന്നെ ബാക്കിയുള്ള ദുഃഖവും കരച്ചിലും ഒന്നും പിന്നെ ഓർക്കത്തില്ല എന്നുള്ള കാര്യം അവിടെ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അപ്പൊ ആ വാക്യം കൂടെ കർത്താവ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ യോഹന്നാൻ 20 അതിന്റെ ഭാഗികമായ ഫുൾഫിൽമെന്റ് ആയിട്ടുള്ളൂ നമ്മൾ പറയുന്നത്. വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ 8 ദിവസം കഴിയുമ്പോൾ കർത്താവ് അവരോട് പിന്നെയും പ്രത്യക്ഷപ്പെടുമ്പോൾ പിന്നെ അവർ അടച്ചിട്ട കഥയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ അവർ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം പെന്തക്കോസ്ത് നാളിൽ അവർക്ക് കിട്ടിയെന്ന് പറയാം. അത് മാത്രമല്ല, അതിന്റെ തൊട്ടടുത്ത വാക്യം 23-ാമത്തെ വാക്യത്തിൽ അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്ന നോക്കിയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അന്നെന്ന് പറയുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അതേ ആ കോൺവെർസേഷന്റെ ആ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്താ, ഞാൻ എന്റെ പിതാവിൽ 14:20 അന്ന് ഞാൻ 2-3 ആഴ്ച മുമ്പ് നമ്മൾ ഒരുപാട് ബൈബിൾ സ്റ്റഡി ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ ജയിക്കുന്നവരാവുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അന്നെന്ന് പറയുമ്പോൾ എന്നറിയും? പരിശുദ്ധാത്മാവ് വരുന്ന ദിവസം പരിശുദ്ധാത്മാവിനെ തരും എന്നുള്ള കാര്യമാണ് നമ്മളവിടെ യോഹന്നാൻ 14-16-17 വാക്യങ്ങളിൽ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുന്ന ദിവസം, പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ശക്തിയായിട്ട് വരുന്ന ദിവസം പെന്തക്കോസ്ത് നാളിൽ അന്നാണ് അവരുടെ സന്തോഷം യഥാർത്ഥത്തില് ദുഃഖം യഥാർത്ഥത്തിൽ സന്തോഷമായിട്ട് മാറും. അവരുടെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷമായി തീരും. അപ്പൊ ഇവിടൊക്കെ അവർ സന്തോഷിച്ചു. അതാ നമ്മളിപ്പോ തിരിച്ച് യോഹന്നാൻ 20-20 വന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാനിപ്പോ ഇന്ന് 19-20 വാക്യങ്ങളൊന്നേ എടുക്കാൻ പറ്റിയുള്ളൂ. യോഹന്നാൻ 20-ാമത്തെ വാക്യത്തിൽ എന്താ,
ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പൊ ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമായി തീർന്നു ഇല്ല. കർത്താവ് യോഹന്നാൻ 16 പറഞ്ഞ അതുപോലെ ആ ഒരു സന്തോഷമായി തീർന്നില്ല. അത് എപ്പോഴേ ആവത്തുള്ളൂ. ഇപ്പൊ നമുക്ക് സഹോദരന്മാരെല്ലാം വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും നമുക്ക് വലിയ സന്തോഷം. എന്നാ സഹോദരന്മാരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇപ്പൊ ആരും ഇല്ലേ, ഇപ്പൊ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ദുഃഖമാണ്. എപ്പോഴാ നമുക്ക് ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമായിട്ടിരുന്നു വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷം നമ്മളിൽ വന്ന് നിറയുന്നത്. വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ തുടർമാനമായിട്ട് ഇരിക്കുവാണെങ്കിൽ, നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവാത്മാവിനെ നമ്മൾ നിരന്തരമായിട്ട് നിറഞ്ഞപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമ്മളുടെ സന്തോഷം ആർക്കും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. ആര് വന്നാലും പോയാലും ഒക്കെ ഇനി എന്തെല്ലാം കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പീഡകളോ ഉപദ്രവങ്ങളോ ഒക്കെ വന്നാലും ഒക്കെ നമ്മളുടെ സന്തോഷം കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ ആ ഒരു സന്തോഷം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞ് നമ്മള് കർത്താവിന്റെ ബിസി അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യമൊക്കെ കണ്ടു. കർത്താവിന് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് തനിക്ക് വേണ്ടി എല്ലാം വിട്ടുതിരിഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്ന കാര്യം നമ്മൾ കണ്ടു. പിന്നെന്താ നമ്മൾ കണ്ടത്? രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു എന്നുള്ള കാര്യം. അവരുടെ സഭായോഗം മുടക്കുന്നവരായിരുന്നില്ല. അവരെല്ലാം ഒരുമിച്ച് കൂടി വരുന്നത് അവര് മുടക്കിയില്ല. അവര് ഒരുമിച്ചായിരുന്നുകൊണ്ടാണ് കർത്താവിന് ഒറ്റവെടിക്ക് 10 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഒറ്റവെടിക്ക് 2 പക്ഷി നമ്മൾ പറയുന്നത്. ഇവിടെ 10 പക്ഷിയായിരുന്നു. 10 പക്ഷി മാത്രമല്ല, തോമസ് ഇല്ലായിരുന്നു, യൂദാസും പോയി. അപ്പം പിന്നെ 10 ശിഷ്യന്മാരുണ്ട്. പിന്നെ ബാക്കിയുള്ള ബാക്കി കൂടെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ ലൂക്കോസ് 24 കണ്ടു. അപ്പൊ ഒറ്റയടിക്ക് ഒത്തിരി പക്ഷികളെ കർത്താവിന് കിട്ടിയതിന്റെ കാരണം ശിഷ്യന്മാരുടെ ഒരു കൂട്ടായ്മ. കർത്താവ് അവസാനമായിട്ട് അവരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, അതൊരു 4 തവണയെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ യോഹന്നാൻ 13 15 ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്ന കാര്യം നമ്മൾ കണ്ടു. ശിഷ്യന്മാര് അതുപോലെ ഒരിടത്ത് കൂടിയിരുന്നതിന്റെ ആ ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യം നമ്മൾ കണ്ടു. പിന്നെന്താ, നമ്മള് സമാധാനത്തിന്റെ കാര്യം നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്തു. ദൈവത്തോടുള്ള സമാധാനം, ദൈവത്തിന്റെ സമാധാനം, നിറഞ്ഞു കവിയുന്ന സമാധാനം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു സമാധാനത്തിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആ സമാധാനം ഐറിനാന്നുള്ള കാര്യം നമ്മൾ കണ്ടു. കർത്താവിനോട് ചേരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനം ഉള്ളത്. ബാക്കി നമ്മളിൽ തന്നെ നമുക്ക് സമാധാനവും സന്തോഷവും ഒന്നും ഇല്ല. നമ്മളിലേക്ക് നോക്കിയാൽ നമ്മുടെ ജഡത്തിൽ അതൊരു നന്മയില്ല, അതുകൊണ്ട് നമുക്ക് ദുഃഖമേ ഉള്ളൂ. എന്നാൽ നമ്മൾ കർത്താവിലേക്ക് നോക്കിയാൽ എന്തുണ്ട്? നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടേ 4-മത്തെ കാര്യം എന്താ നമ്മൾ കണ്ടേ? കർത്താവ് എത്രമാത്രം പാടുപെട്ട് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കൈയും കാലും വിലപ്പുറം ഒക്കെ കാണിച്ച് കർത്താവ് അവരെ വിശ്വസിപ്പിക്കുന്നു. നമ്മളില് പുകയുന്ന തിരിയും കെടുത്തി കളയാത്ത ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ഒരു കർത്താവിന്റെ സ്നേഹം, ദീർഘക്ഷമയോടെ നമ്മളെന്തെല്ലാം പരാജയങ്ങളും വീഴ്ചകളും എന്തെല്ലാം ഉള്ള അവസ്ഥയിലും നമ്മളെ കൈവിടാതെ വീണ്ടും വീണ്ടും നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ എന്നെ ഒന്ന് തൊട്ട് നോക്ക്, നിങ്ങൾ ഈ ആണിപ്പഴുതൊന്ന് കണ്ടോ, എന്റെ കാല് കണ്ടോ, എന്റെ വിലാപ്പുറം കണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കഴിക്കാനുണ്ടോ, ഞാൻ ഒന്ന് കഴിച്ചു കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം പാടുപെട്ട് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, ഞാൻ തന്നെ എനിക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി, അവർക്ക് സമാധാനം പറയാൻ വേണ്ടി ആ കർത്താവിന്റെ ആ ഒരു ദീർഘക്ഷമയും, കർത്താവ് നമ്മളെ ഏതൊരു സാഹചര്യത്തിലും കൈവിടത്തില്ല എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ കർത്താവിനെ പോലെ ആവണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പിന്മാറ്റത്തിലുള്ള സഹോദരന്മാരെ ആ സഹോദരൻ മീറ്റിങ്ങിന് വന്നില്ല, ഈ സഹോദരൻ അവരങ്ങനെ അല്ലെങ്കിൽ ഇവരിങ്ങനെ എന്ന് പറഞ്ഞ ആരെയും നമുക്ക് തള്ളിക്കളയുന്നില്ല. കർത്താവേ എന്റെ അടുക്ക കർത്താവിന്റെ അടുക്ക വരുന്നതിനെ കർത്താവ് ഒരു നാളും തള്ളിക്കളയത്തില്ല എന്ന് പറയുന്ന പോലെ കർത്താവേ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നത് ശരിയാണ്. അവർക്ക് പല കുറവുകൾ കാണും, അവർക്ക് പല പ്രശ്നങ്ങൾ കാണും, അവര് പല രീതിയിലുള്ള വീഴ്ചകളൊക്കെ കാണെങ്കിൽ പോലും നമ്മൾ ബാക്കിയുള്ള സഹോദരങ്ങളോടും അതുപോലെ നമ്മൾ കർത്താവിന്റെ ദീർഘക്ഷമ നമ്മൾ അനുഭവിക്കുന്നവരാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സഹോദരന്മാരോടും അതുപോലെ ദീർഘക്ഷമയോട് അവരുടെ കുറവുകൾ ഉൾക്കൊണ്ട് തന്നെ അവരെ നമ്മളെ സ്നേഹിക്കുകയും അവരെ നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒരു ശരീരമായിട്ട് നമ്മൾ പണിയപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ അവസാനമായിട്ട് കണ്ട എന്താ, 4-മത് 5-മതായിട്ടൊക്കെ കണ്ട എന്താന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരുടെ സന്തോഷം. അവരെ കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. എന്നാൽ കർത്താവിന്റെ പ്രവചനപ്രകാരമുള്ള ഒരു സന്തോഷം പെന്തക്കോസ്ത് നാളിൽ അവർക്ക് കിട്ടാൻ പോകുന്നേ. നമ്മളുടെ ജീവിതത്തിൽ കൂട്ടായ്മയിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്നാൽ അത് നല്ലത് തന്നെ. എന്നാ കൂട്ടായ്മ ഇനിയിപ്പോ നമ്മള് യോഹന്നാനെ പോലെ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടാലും നമ്മൾ വല്ല ജയിലിലായിട്ട് നമ്മള് എന്തിനു പറഞ്ഞേ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, ആ ജയിലിൽ കിടന്ന റിച്ചാർഡ് ഉംബ്രാണ്ടിനെ പോലെ ഇത്ര വർഷങ്ങൾ 14 വർഷങ്ങളോ മറ്റോ ജയിലിൽ ഇരുട്ടറയില് ആയിരുന്നാൽ പോലും അവിടെയും കർത്താവിന്റെ സാന്നിധ്യത്തില് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മ നമ്മൾ നിരന്തരമായിട്ട് നിറയപ്പെടാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം വന്നാലും, എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും
വിട്ടുപോകാത്ത ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ വചനങ്ങളൊക്കെ കർത്താവ് നമ്മളെ ഈ വചനങ്ങളൊക്കെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുപോലെ നമ്മൾ പാടാൻ പോവുകയല്ല, മറിച്ച് കർത്താവിനോടുള്ള നമ്മുടെ ഒരു തേങ്ങലായിട്ട്, നമ്മളുടെ ഹൃദയത്തിന് വലിയ ആഗ്രഹമായിട്ട് നമ്മൾ കേട്ടതുപോലെ ശിഷ്യന്മാരുടെ ഹൃദയത്തിന് വലിയ ആഗ്രഹം അവർക്ക് കർത്താവിനെ കാണണമെന്നായിരുന്നു. ബാക്കി എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. പല സ്വഭാവ രീതികളും സ്വഭാവവിശേഷങ്ങളും പല ബാക്ക്ഗ്രൗണ്ടും പല പശ്ചാത്തലങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. എന്നാൽ അവർക്ക് ഒരേ ഒരു ആഗ്രഹം, അവർക്ക് കർത്താവിനെ കാണണം. മഗ്ദലന കാര്യത്തിൽ മറിയ കർത്താവിനെ കണ്ടു. അബ്രഹാം കല്ലറ ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ശിഷ്യന്മാരുടെ അടുത്ത് പത്രോസിനോടും യോഹന്നാനോടും ഒക്കെ വന്ന് പറയുന്നു. അവരെ ചെന്ന് രാവിലെ തന്നെ ഒഴിഞ്ഞ കല്ലറ കണ്ടു. അതിനുശേഷം പിന്നെ മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷമായി. ബാക്കി അതുപോലെ പത്രോസിന് പ്രത്യക്ഷമായി. എന്നാൽ എല്ലാവർക്കും കർത്താവിനെ കാണണം എന്നുള്ള വലിയ ദാഹത്തോടെ അവിടെ ആയിരുന്നപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. നമ്മളും ആ ഒരു കർത്താവിനെ എനിക്ക് കാണണം, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശുവിനെ എനിക്ക് വ്യക്തമായിട്ട് കർത്താവ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വണ്ണം കുറച്ചുകൂടെ കണ്ണാടിയിൽ കടമഴി എന്ന വണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ യേശുവിനെ എനിക്ക് കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ എനിക്ക് കേൾക്കണം, എനിക്ക് യേശുവിൻ്റെ മാർഗോട് ചാരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, ആ ആഗ്രഹത്തോടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടി വന്നിട്ടുള്ളതെങ്കിൽ, നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയും ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, അതിന് വന്നില്ലെങ്കിൽ സ്വരം വിളിച്ച് ചോദിക്കുക എന്തുകൊണ്ടാണ് വരാൻ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ കർത്താവേ എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, നമ്മൾ വേറൊരു പാട്ടി പാടുന്ന പോലെ യേശുവിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയും. കർത്താവ് ആ ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാത്മാവിന് ഊതിയതായിട്ട് നമ്മൾ അനന്തരം വായിക്കുന്നുണ്ടല്ലോ. വരിക നൽവരങ്ങളെ നീ തരിക ആവി ശുഭകരുണ വാബി. വാബി എന്നുള്ള വാക്കിന് അർത്ഥം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കി. വാബി എന്ന് പറഞ്ഞാൽ പൊയ്ക, വലിയ കുളം, വലിയ തടാകം, പൊയ്ക. അപ്പൊ ആ കരുണയുടെ വലിയ തടാകമാണ് പരിശുദ്ധാത്മാവ്, ആ ജീവജല നദി. കർത്താവിന്റെ ജനത്തിന്റെ അഭിഷേകത്തിന് സുഗന്ധ തൈലമാണ്, ദിവ്യ സ്നാന തൈലമാണ് ഈ പരിശുദ്ധാത്മാവ്. പ്രാവ് പോലെ, ദഹനജ്വാല പോലെ, കതിരൊളിവ് പോലെ എൻ്റെ മനസ്സിലെ ദുർവിചാരങ്ങളൊക്കെ ആകെ മാറുവാൻ കർത്താവേ, ഗുണം ഏറി ഞാൻ തെളിഞ്ഞു വരുവാനായിട്ട് അവിടുത്തെ എനിക്ക് ആത്മാവിനെ തരണം. പാപക്കടലിൽ ആഴം കണ്ട പാപിയ ഞാനാണ്, പാപിയിൽ പ്രധാനി. എങ്കിലും കർത്താവെ എന്നിൽ കോപിക്കാതെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം. 5ാമത്തെ സ്റ്റാൻസയിൽ ദോഷച്ചെളിയിലൊക്കെ മുഴുകി, ചെളിയിലൊക്കെ കൊച്ചുങ്ങളൊക്കെ ഈ കളിച്ച് ചെളിയിലൊക്കെ ഉരുണ്ട് കളിച്ച് വരുമ്പോഴും പിതാവ് നീ എൻ്റെ കൊച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ അയലത്തെ വീട്ടിലോട്ട് പോയിക്കോന്ന് പറഞ്ഞുകൊണ്ട് തള്ളി വിടുവോ? നമ്മൾ ആ കുഞ്ഞ് എത്രയൊക്കെ ചെളി പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് തന്നെ അതുകൊണ്ട് അതിനെ പിടിച്ച് ചിലപ്പോൾ വഴക്കൊക്കെ പറയും, ഇനി അങ്ങനെ പോയി കളിക്കരുത്, ചെളി വായിലും മുക്കിലും ഒന്നും കയറി ഇടരുതെന്ന് പറയും. എങ്കിലും നമ്മൾ കരുണയോടെ ആ കുഞ്ഞിനെ ഗുണദോഷിച്ച് കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ ദോഷച്ചെളിയിൽ മുഴുകി ഞാൻ വാഴുന്ന ദൂഷിയാണ്. എന്നാലും ഗുണദോഷിച്ച് കർത്താവെ ഗുണദോഷി അവിടുന്നാണ്. അവിടുന്ന് എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കണേ. പ്രകൃതി കൊണ്ട് എൻ്റെ ടെമ്പറമെന്റ് കൊണ്ടൊക്കെ വികൃതമായിട്ടുള്ളൊരു ഹൃദയമാണ് എനിക്കുള്ളത്. അത് മാറുവാനായിട്ട്, എനിക്ക് പുതിയ ഹൃദയം തരുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. ഇരുളകന്ന് എന്നകം അതിങ്കൽ വെളിവണയുവാന്, വേദ തെളിവുണരുവാനായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. വചനം മനസ്സിലാക്കാനായിട്ട് വേദം തെളിവായിട്ട് മനസ്സിലാക്കുവാന് എൻ്റെ പാപത്തിന്റെ ഇരുളൊക്കെ അകന്ന് എൻ്റെ അകം കർത്താവെ വെളിവായിട്ട് വലിയ ഉണർവോടെ ആയിരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. സത്യധർമ്മ നീതി മാർഗമൊക്കെ മുറകളാകും, അതെല്ലാം മുറകളായിട്ട് കർത്താവെ എൻ്റെ ഹൃദയത്തിലാകുവാനായിട്ട്, കൃപ വളരെ നൽകുവാനായിട്ട് കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പം ആർക്കാണ് ഏറ്റവും അധികം പരിശുദ്ധാത്മാവിനെ വേണ്ടത്? ചോക്ലേറ്റ് ഏറ്റവും ഇഷ്ടമുള്ള ആർക്കാന്ന് ചോദിച്ചാൽ, കൊച്ചുങ്ങളോട് ചോദിച്ചാൽ അവർ എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഏറ്റവും അധികം വേണ്ട ആക്കാം ആദ്യം കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. വെച്ചാൽ ഏറ്റവും താഴ്മയോടെ, നുറുക്കത്തോടെ, ആവശ്യബോധത്തോടെ മഗ്ദലന കാര്യത്തിൽ മറിയ ഏറ്റവും അവള് കർത്താവില്ലാതെ ഏറ്റവും വിങ്ങിയ ഹൃദയം മഗ്ദലന കാര്യത്തിൽ മറിയത്തിൻ്റെതായിരുന്നു. അതുകൊണ്ട് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള സഹോദരിമാർക്ക്, പിന്നെ
എമ്മൗസിലെ ശിഷ്യന്മാർക്ക്, പിന്നെ പത്രോസിന്, പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് കർത്താവ് വളരെ കർത്താവിന് വേണ്ടി പുനരുദ്ധാനം ചെയ്തിട്ട് ഈ അന്നാസിന്റെ അടുത്ത് കയ്യപ്പാൻ്റെ അടുക്കൽ ചെന്നത് ഞാൻ പുനരുദ്ധാനം ചെയ്തു, നിങ്ങൾ എന്നെ ക്രൂശിച്ചില്ലേ, ഇതാ ഞാൻ പറഞ്ഞുകൊണ്ട് വലിയ ഈ സിനിമാ നായകന്മാരൊക്കെ വന്ന് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നവരൊക്കെ പ്രത്യക്ഷപ്പെട്ട് വലിയ മാജിക്കൊക്കെ കാണിച്ചിട്ട് പോകായിരുന്നു. എന്ന് കർത്താവ് അതിനൊന്നും സമയം കളഞ്ഞില്ല, കർത്താവിന് അതിനൊന്നും സമയമില്ലായിരുന്നു. കർത്താവിന് തൻ്റെ ശിഷ്യന്മാരെ കാണാനായിരുന്നു സമയം. അപ്പം നമ്മൾ ഹൃദയത്തിൽ ഏറ്റവും കർത്താവിനെ എനിക്ക് വേണം, കർത്താവിനെ കാണണം എന്നുള്ളൊരു ഏറ്റവും എങ്ങനെയാണോ ആരുടെ ഹൃദയത്തിലാണോ അവരിലേക്ക് കർത്താവ് അധികമായിട്ട് ആത്മാവിനെ അയക്കുന്നത്. നമുക്ക് കർത്താവിന് പക്ഷഭേദമില്ല. നമുക്ക് വലിയ പ്രാർത്ഥനയായിട്ട് കർത്താവ് അവിടുത്തെ ആത്മാവിനാൽ നിറക്കണമെന്നുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ, ശിഷ്യന്മാർ ഒരു ഹൃദയത്തോടെ ഒരുമനപ്പെട്ട് പാടിയതുപോലെ നമുക്ക് പാടാം.
ശുഭകരുണഭാവിയായിട്ടുള്ള ആ പരിശുദ്ധാത്മാവ് ശുഭമായിട്ട് കരുണയുടെ പൊയ്കയായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിന്റെ തടാകം, ആ ജീവജല നദിയുടെ വലിയൊരു വെള്ളച്ചാട്ടം, അത് പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന്, പിതാവിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദി, അത് പാപക്കടലിന്റെ ആഴം കണ്ട ആ ദോഷിയിലേക്കാണ് ഒഴുകുന്നത്. പാപികളിൽ പ്രധാനി എന്ന് പറഞ്ഞ പൗലോസിന്റെ ഉപദേശിച്ച് ആ കൃപയ്ക്ക് അധീനനായിട്ട് അവന് പരിശുദ്ധാത്മാവിന്റെ നിറവ് അതുപോലെ തന്നില് വ്യാപരിച്ച കൃപ വ്യർത്ഥമായില്ലെന്ന് പറയുന്നത് അവൻ അതുപോലെ കർത്താവിനായിട്ട് ഓടി. നമ്മൾ ഇന്ന് കർത്താവി ഞാനാണ് ആ പാപത്തിന്റെ ആഴി കണ്ട ദോഷി, ഞാൻ ബാക്കി പലരെക്കാട്ടിൽ ഭേദമാണെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലല്ല, മറിച്ച് കർത്താവി ഞാനാണ് പാപി പ്രധാനി, ഞാനാണ് പാപി ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചതുപോലെ കർത്താവി ഞാനാണ് പാപി. എത്രയോ അവിടുത്തെ സത്യങ്ങൾ വിളിച്ചു അറിഞ്ഞിട്ട് കർത്താവി ഞാൻ അങ്ങേ വേദനിപ്പിച്ചു, അറിഞ്ഞോ അറിയാതെ കർത്താവി അവിടുത്തെ കർത്താവി ആ ഹൃദയം നീർവൻ തക്കവണ്ണ കർത്താവി എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെ ഇടയായിട്ടും കർത്താവി അതുപോലെ വിങ്ങുന്ന ഉയർന്ന ഒരു ഹൃദയം നമുക്കുണ്ട്. എല്ലാവരും പേർക്കും നമ്പരത്തോട് നമ്മൾ കർത്താവിനെയും ആത്മാവിൽ ദാരിദ്ര്യത്തോട് നമ്മൾ കർത്താവിനെ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നിങ്ങളുടെ സമാധാനം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഊതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മളിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ കർത്താവിന് ഊതുക മതിയായവനാണ് നമ്മളെ കർത്താവിലൂടെ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, ഞങ്ങൾ ഓരോരുത്തരുടെ പേര് കർത്താവെ അവിടുത്തെ ആത്മാവിനെ അധികമായിട്ട് ഞങ്ങളുടെ വന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങള് കർത്താവെ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ അധികമായിട്ടുള്ള ഒരു നിറവ് ഞങ്ങൾക്ക് വേണം കർത്താവെ. ഞങ്ങളെ ഒരുമനപ്പെട്ട് കർത്താവെ ഞങ്ങൾ ഇവിടെ കൂടി വരുമ്പോ കർത്താവെ അതൊരു പതിവ് ചടങ്ങ് പോലെ കർത്താവെ ആയിട്ടാണ് എന്റെ മനസ്സ്. അങ്ങേ കൂടുതലായിട്ട് കർത്താവെ കാണുവാനും അങ്ങേ കൂടുവാനും കർത്താവെ അവിടുന്ന് കർത്താവെ അവിടുത്തെ കൈയും കാലും വിലാപ്പുറവും ഒക്കെ കാണിച്ച് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്ന അവിടുത്തെ ആ കരുണാർന്ന ഹൃദയമുള്ള കർത്താവാണല്ലോ കർത്താവെ. അവിടുന്ന് കർത്താവെ ഞങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവിനെ മുഖണം കർത്താവെ. പുത്രനെ അയച്ചതുപോലെ തന്നെ പിതാവ് പുത്രനെ അയച്ചതുപോലെ തന്നെ ഞങ്ങളെ അയക്കുന്ന ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്നേഹവും അധികാരവും ഒക്കെ ഞങ്ങളുടെ മേലുണ്ടല്ലോ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അവിടുത്തെ ആ കർത്താവെ ആണിപ്പോഴുള്ള കരങ്ങളിൽ ഒന്ന് വിരലിട്ട് നോക്കി കർത്താവെ അവിടുത്തെ സ്നേഹത്തിന്റെ ആഴത്തെ കുറച്ചുകൂടെ രുചിച്ചറിയുവാൻ കർത്താവെ ആ വിലാപ്പുറത്ത് ഒരു കൈയും കൂടി ഇട്ട് നോക്കി കർത്താവെ അവിടുത്തെ ആ ഹൃദയത്തിലേക്ക് ചെല്ലുന്ന ആ കർത്താവെ ആ കൈ ആ വിലാപ്പുറം ആ ഹൃദയം വരെ ആ കുന്തം തുളച്ച് ചെന്നപ്പോ കർത്താവെ തോമസ് വിലാപ്പുറത്തെ കൈയിട്ട് നോക്കിയപ്പോ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കൈയിട്ട് നോക്കുകയായിരുന്നല്ലോ കർത്താവെ. അതുപോലെ അവിടുത്തെ ഹൃദയത്തിലേക്ക് ഞങ്ങൾക്ക് കൈയിട്ട് നോക്കണം. അവിടുത്തെ ഹൃദയത്തിന്റെ കരുണയുടെ ആഴം കർത്താവെ, അവിടുത്തെ ആ മനസ്സിന്റെ ആഴം ഒക്കെ കർത്താവെ ഞങ്ങൾ വേണ്ടവണ്ണം ആ ഹൃദയത്തിന്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഞങ്ങളും കർത്താവെ വിശ്വാസത്താല് കൈവിട്ട് നോക്കി കർത്താവെ അവിടുത്തെ ആ സ്നേഹത്തിന്റെ ആഴം അറിയട്ടെ. ഞങ്ങള് കർത്താവെ എത്ര പാപത്തിന്റെ ആഴത്തിന്റെ വീണ് കിടക്കുമ്പോഴും അതിനേക്കാൾ ആഴത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഉള്ളതുകൊണ്ട് കർത്താവെ ആ പാപത്തിന്റെ ആഴത്തെയും കവിയുന്ന ഓർപ്പവർ ചെയ്യുന്ന അതിനെ അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ ആഴം അവിടുത്തെ ഹൃദയത്തിലുള്ളത് ഞങ്ങളെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഞങ്ങളെ എത്ര കർത്താവെ ഇരുളല്ലേ കഴിഞ്ഞപ്പോഴും കർത്താവെ അവിടുത്തെ കരത്തിന്റെ ആ സ്നേഹത്തിന്റെ കരം കർത്താവെ അവിടെ എങ്ങും കർത്താവെ കുറുകി പോകാതെ കർത്താവെ അവിടെ എല്ലാം കർത്താവെ സ്നേഹത്തിന്റെ കരം നീട്ടി അണച്ച് ഞങ്ങളെ തൊട്ട് കർത്താവെ ഞങ്ങളെ വിശ്വസിപ്പിച്ചെടുത്തുവല്ലോ കർത്താവെ. ഞങ്ങളെ കർത്താവെ പാപച്ചെളിയില് ആയിരുന്ന സമയത്ത് കർത്താവെ അവിടുന്ന് കർത്താവെ ഗുണദോഷിയായിട്ട് വന്ന് കർത്താവെ ഞങ്ങളെ കഴുകി വെടുപ്പാക്കിയല്ലോ കർത്താവെ. ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നുവല്ലോ കർത്താവെ. പല വർഷങ്ങൾക്ക് മുമ്പായിട്ട് കർത്താവെ ഞങ്ങളുടെ ആ വീട്ടിൽ ജനിക്കുന്ന ആ സമയത്ത് കർത്താവെ ഞങ്ങളെ പാപച്ചെളിക്കുഴിയില് കർത്താവെ ആ ചോരയില് പറന്നൊലിച്ച് കുഞ്ഞ് കർത്താവെ ആരും ഒരു കണങ്ങിന് ഏറുണാതെ ആ കുഞ്ഞ് കിടന്നൊപ്പം ജീവിക്കാനുള്ള കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുന്ന് കർത്താവെ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്ന് ജീവൻ ഊതിയതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിലും കർത്താവെ അവിടുന്ന് ഞങ്ങളിലേക്ക് വന്ന ജീവൻ ഊതിയ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. എത്ര അത്ഭുതകരമായിട്ടുള്ള ആ ഒരു ഭാഗ്യനാൾ യേശുവിനെ സ്വന്തമാക്കിയ നാളെ കർത്താവെ ആ ഭാഗ്യനാളിനായിട്ട്
ഞങ്ങളെ കർത്താവെ വന്ന് തേടി വന്ന ആ നാളിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ ചതഞ്ഞ അവസ്ഥയിലായിരുന്നു ഒന്നും നോക്കാതെ ഞങ്ങളെ കർത്താവെ ആ ചതഞ്ഞ അവിടുന്ന് ഒടിച്ചു കളഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോയിരുന്ന തിരിയാന്നൊന്നും നോക്കാതെ കർത്താവെ അവിടുന്ന് കെടുത്തി കളഞ്ഞില്ലല്ലോ. കർത്താവെ അവിടുന്ന് ഊതി കത്തിച്ചതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ മനസ്സിലുവിനായിട്ട് ദീർഘക്ഷമയ്ക്ക് ആയിട്ട് വീണ്ടും എത്രയോ തവണ ഞങ്ങളെ വീണ് പോയപ്പോഴും പിന്മാറിപ്പോയപ്പോഴൊക്കെ കർത്താവെ വീണ്ടും വീണ്ടും ഞങ്ങളെ തന്നെ കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ തന്നെ ഞങ്ങൾക്ക് കർത്താവെ കാണിച്ചു തന്നു, പ്രത്യക്ഷപ്പെട്ടുവല്ലോ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന അവിടുത്തെ ആ വലിയ സ്നേഹത്തിനായിട്ട്, വലിയ കാരുണ്യത്തിനായിട്ട്, ആ കരുണകാപിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് ഞങ്ങളിലേക്ക് ഉടനവിന് പ്രാർത്ഥിക്കുന്നു. ആർക്കെടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത സന്തോഷം കൂട്ടായ്മയിൽ മാത്രം, കർത്താവ് യേശുവിനെ കൂട്ടായ്മയിൽ മാത്രം കാണുമ്പോഴുള്ള സന്തോഷമല്ല, ആ യേശു തന്നെ ഞങ്ങളുടെ കൂടെ പോരുന്ന സന്തോഷം. കർത്താവെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ വണ്ണം കർത്താവെ പരിശുദ്ധാത്മ ഞങ്ങളിൽ അധികമായിട്ട് നിറഞ്ഞ് ഉള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് വേണം. കർത്താവ് ഞങ്ങൾക്ക് ആ ഒരു ഐക്യതയെ ഒരുമനപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് വേണം. കർത്താവെ ആ ശിഷ്യന്മാരെ അവര് വീണ്ടും 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 ഒരുമിച്ച് കൂടിക്കൊണ്ടേയിരുന്നത് പോലെ കർത്താവെ ഞങ്ങൾക്കും കർത്താവെ ഞങ്ങളുടെ സഭായോഗങ്ങളെ മുടക്കാതെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുവാനും ഒരുമനപ്പെട്ട് കൂടി വരുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭായോഗങ്ങളെ കൂട്ടായ്മയൊക്കെ വിലമതിക്കാനും അവിടുത്തെ ശക്തമായിട്ടുള്ള ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അതിലൂടെയുള്ള ലഭിക്കുന്ന പോഷണത്തെ പ്രണവത്കരിക്കാതെ പുല്ലുപോലെ കരുതാതെ കർത്താവെ അതിനെ വാല്യൂ ചെയ്യാൻ വിലമതിക്കുവാനൊക്കെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, ഗുണദോഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. ഞങ്ങളെ വഴി നടത്തിയല്ലോ. പ്രാർത്ഥന കേട്ടതിനെ ഒന്ന് സ്തുതിക്കുന്നു.